ഗുഡ് ഈവനിങ് ഗൈസ്, ഓഡിബിൾ അല്ലേ? ഗുഡ് ഈവനിങ് നിതിൻ, ഗുഡ് ഈവനിങ് ശാന്തി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാവോ? ഗുഡ് ഈവനിങ് അക്ഷയ്, അഷിത ഗുഡ് ഈവനിങ്, നിതു, ഷബാന, നിഹാൽ വെൽക്കം വെൽക്കം വെൽക്കം, അൻസിയ, ഡെൽഫി, അസ്മ, ശ്രീലക്ഷ്മി. കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാമല്ലോ അല്ലേ? സെക്രട്ടറി അസിസ്റ്റൻ്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹായ് സമീറ, ഗുഡ് ഈവനിങ്. ഹായ് സൂര്യ, വെൽക്കം. ഇന്നത്തെ സെഷനെ ഞാൻ ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഞാനൊരു 2016 മുതൽ നമ്മുടെ മത്സര പരീക്ഷാ പരിശീലന രംഗത്തുള്ളൊരു അധ്യാപകനാണ്. ഓൾമോസ്റ്റ് 10 വർഷം ആവുന്നു. തുടക്കത്തിൽ UPSCയിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പം ഒരു 5 വർഷമായിട്ട്, കഴിഞ്ഞൊരു 4 തൊട്ട് 5 വർഷമായിട്ട് കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസിൽ ഫോക്കസ് ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നു. പ്രധാനമായിട്ടും ജനറൽ സ്റ്റഡീസിൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഗവർണൻസ്, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഫുള്ള് നെഗറ്റീവായി. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ടുവേർഡ്സ് ദ എൻഡ്. ഓക്കെ, SK 27 മാർക്കുണ്ടല്ലേ? ശരി. അപ്പം നമുക്ക് ഇനിയിപ്പം ഈ കൂട്ടത്തിൽ ഇത്തവണത്തെ ഡിഗ്രി മെയിൻസ് എഴുതാത്ത എത്ര പേരുണ്ട്? ഡിഗ്രി മെയിൻസ് എഴുതാൻ അവസരം കിട്ടാതെ പോയ, അതായത് കഴിഞ്ഞ പ്രിലിംസ് 2 സ്റ്റേജായിട്ട് നടന്ന പ്രിലിംസ് എക്സാമിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് ലൈവിൽ ഒന്ന് പറയാമോ? കാരണം അതായത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർ, ഫോർ ദ വെരി ഫസ്റ്റ് ടൈം 2026 ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർ. ഓക്കെ, വെരി ഗുഡ്. എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ എഴുതിയ ആൾക്കാരുണ്ട്, ക്വാളിഫൈ ചെയ്തവരുണ്ട്, ഇനി ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവരുണ്ട്, ദൗർഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ട്. സോ എല്ലാവരെയും അഡ്രസ്സ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാറ്റ് ഒന്ന് നോക്കാം. കാരണം ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ ഒരു PSCയുടെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് PSC മീറ്റിംഗ് കൂടിയിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഒക്ടോബർ മാസം പകുതിയോടുകൂടി, ഒക്ടോബർ 15 എന്താണ്, കമ്പനി ബോർഡ് വിജ്ഞാപനം വരും. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2 തസ്തികകളിലേക്കുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ഡിഗ്രി ലെവൽ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലേ? അപ്പോൾ ഇതിനു മുമ്പ് ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ച കുറച്ച് ഡിഗ്രി തല തസ്തികകളുണ്ട്. അതിലൊന്നേതാണ്? നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അപേക്ഷിച്ച ആൾക്കാരില്ലേ? ഇപ്പോൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരിൽ ഈ സെഷന് നിബ, കുഴപ്പമില്ല നിബ, നമുക്ക് ക്വാളിഫൈ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒക്ടോബർ 3 വരെ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 3 വരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അപ്ലൈ ചെയ്യാം. SPCADയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് കഴിഞ്ഞു പോയി. പിന്നെ ഏതാണ്? എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട് അല്ലേ? എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഏതാണ്? ഇനി വരാൻ പോകുന്നതിൽ ഷുവർട്ടി ഉള്ളത്, ഓൾറെഡി കേരള PSC വിജ്ഞാപനം ഇറക്കാൻ തീരുമാനിച്ചതാണ്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റൻറ്റ് തസ്തികകൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം. അതും ഡിഗ്രി ലെവൽ ബിരുദതല ക്വാളിഫിക്കേഷനാണ് കമ്പനി ബോർഡെന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് പുറമേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്, അതായത് ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റൊരു വിജ്ഞാപനമാണെന്ത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വിജ്ഞാപനം നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ജയിലർ വിജ്ഞാപനം നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു യൂണിഫോം പോസ്റ്റ് എല്ലാ വർഷവും കാണും. ഓക്കെ, ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ കൂടി, ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ വന്നു, അതല്ലാതെ ഇപ്പം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ജയിലറാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ജയിലർ തസ്തികകളിലേക്കും വിജ്ഞാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ്, ഒരു ഗസറ്റഡ് പോസ്റ്റാണ്, അതിലേക്കും വിജ്ഞാപനം ഉണ്ടാകുമെന്ന് ഒരു ഹിയർസേ അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ സോഫാർ നമുക്ക് അഷ്യൂറൻസ് ഉള്ള അല്ലെങ്കിൽ അഷ്യൂർഡ് ആയിട്ടുള്ള തസ്തികകൾ തന്നെ ഒരു ഹാൻഡ്ഫുൾ നമ്പർ ഓഫ് തസ്തികകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ അടുത്ത
തൊഴിലവസരം ഉണ്ടായതല്ലേ. മീൻസ് കേരള PSC വിജ്ഞാപനം വന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ കമ്പനി ബോർഡ് ഉൾപ്പെടെ, കമ്പനി ബോർഡും വന്നെന്ന് തന്നെ കരുതിക്കോ, ഒക്ടോബർ 15 വരുമെന്നുള്ളത് സർട്ടൻ ആയല്ലോ. അപ്പം അടുത്ത ഡിഗ്രി പ്രിലിംസിനുള്ള എന്താണ് കോപ്പ് കൂട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലർക്കും അറിയേണ്ടത്, വിജ്ഞാപനം വരുന്നു എന്ന് കേൾക്കുമ്പോൾ എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വിജ്ഞാപനം വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് അറിയുമ്പോൾ അവർ ചോദിക്കുന്നത് എക്സാം എന്ന് വരും എന്നുള്ളതാണ്, അല്ലേടെ എക്സാം എന്ന് വരും എന്നുള്ളതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഊഹാപോഹങ്ങൾ വേണ്ട, സ്പെക്കുലേഷൻ വേണ്ട. കാരണം ഇപ്പോൾ ഈ 50 മാർക്ക് ലോ എന്നൊക്കെ പറയുന്നത് മുമ്പ് നടന്ന ഒറ്റ പേപ്പറായിട്ട് നടന്നപ്പോഴായിരുന്നു 50 മാർക്ക് ലോ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കമൻറ്റിന് ഒരു മറുപടി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മളൊരു ട്രെൻഡ് കണ്ടു. LSTS തൊട്ട് 2 പേപ്പർ വരാൻ തുടങ്ങി, പേപ്പർ 1 പേപ്പർ 2 വരാൻ തുടങ്ങി, അല്ലേ. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും പേപ്പർ 1 പേപ്പർ 2 വരാൻ തുടങ്ങി. സോ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് പരിഷ്കരിച്ചാണെന്ത് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത് ഒരു പേപ്പറിൽ ഒതുങ്ങിയിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനെ എടുത്ത് രണ്ടാമത്തെ പേപ്പറിലിട്ട് പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിലാക്കിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സിലബസ് പരിഷ്കരിച്ചാലോ? അതുകൊണ്ട് പഴയ സിലബസ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പഴയ സിലബസ് ആണ്. അത് ഒബ്സലീറ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കേരള PSC വിജ്ഞാപനം, അതായത് അതിൻ്റെ തീരുമാനം വന്ന ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ച് ഈ ഒക്ടോബർ 2-ാം തീയതി ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം നമുക്കിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നത്തെ ഈ ഒരു വെബിനാർ നമുക്ക് മുന്നോട്ട് പോകും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പേ അറ്റൻഷൻ. നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പലർക്കും അറിയേണ്ടത്, എസ്പെഷ്യലി ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർ, ഇനി ഡിഗ്രി പ്രിലിംസ് ഓൾറെഡി എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, നിങ്ങൾ മറന്നുപോയി എക്സാം എപ്പോഴാണ് നടന്നതെന്നുള്ളത് മറന്നുപോയി. ഓക്കെ, ഏത് മാസമാണ് നടന്നതെന്നുള്ളത് പലരും മറന്നിട്ടുണ്ട്. അപ്പം എക്സാം എന്ന് വരുമെന്നുള്ളൊരു ഒരു ധാരണ കൂടി നിങ്ങൾക്ക് വേണ്ടേ? നമുക്കൊന്ന് തയ്യാറെടുക്കണ്ടേ? ഒരു പ്ലാൻ വേണ്ടേ? അതിനു വേണ്ടി നമുക്ക് ഈ രീതിയിൽ, അതായത് ബിരുദ യോഗ്യതയുള്ള പരീക്ഷകളിൽ ഈ ഒരു 2 ടയർ സിസ്റ്റം, അതായത് പ്രിലിംസ് മെയിൻ സിസ്റ്റം ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2021-ലാണ്. അപ്പോൾ നമുക്ക് നാളിതുവരെയുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ചരിത്രം ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ അതിൻ്റെ ഒരു നടത്തിപ്പ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടൈം ആയിരുന്നു പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടൂല, ഉറപ്പാണോ? നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് നടന്നത് 2021-ലാണ്. 2021 ആ കോവിഡ് കഴിഞ്ഞിട്ടുള്ള അൺലോക്ക് ഫേസിലാണ് പ്രിലിംസ് നടന്നത്. 2 ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നത്. എന്താണ്? 2 ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നത്. ഇവിടെ നോക്കേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ഘട്ടമാണ് ആദ്യം നടന്നത് 30/10/2021. കാരണം പെരുമഴയായിരുന്നു. പെരുമഴ കാരണം നടക്കേണ്ടിയിരുന്ന 1-ാം ഘട്ടം മാറ്റിവെച്ചു. ഓക്കെ, ഞാനൊരു ഒരു കഥ പറഞ്ഞതാണ്. അപ്പോൾ 2 സ്റ്റേജായിട്ടാണ് നടന്നത്. അന്ന് നടന്നത് ഒക്ടോബറിലും നവംബറിലുമായിട്ടാണ് നടന്നത്. ശരിക്കും 2 പരീക്ഷയും നടക്കേണ്ടത് ഒക്ടോബറിലായിരുന്നു. 2 പരീക്ഷയും ഒക്ടോബറിലേക്കായിരുന്നു ഷെഡ്യൂൾ ചെയ്തത്. ഒക്ടോബറിൽ ആദ്യത്തെ ആ എക്സാം നടക്കേണ്ട വീക്കിൽ മഴ കാരണം പല ജില്ലകളിലും നല്ല വെള്ളം കയറിയത് കാരണം എക്സാം മാറ്റിവെച്ചു. അങ്ങനെ ആ 1-ാം ഘട്ടം നടന്നത് നവംബറിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ 2021 വെച്ച് നമ്മളിനി നോക്കണ്ട. അതാ കോവിഡൊക്കെ മാറി വന്ന ഘട്ടമായതുകൊണ്ട് കേരള PSC ആദ്യമായിട്ട് ഇത്തരത്തിലൊരു രീതി ഫസ്റ്റ് ടൈം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് നടന്നത് എപ്പോഴാണ്? അത് നടന്നത് ഒക്ടോബർ നവംബറിലാണ്. 2022-ലും ഇതാ നോക്കൂ, ഈ എക്സാമിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നിലധികം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ജയിലർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SBCID, ഇങ്ങനെ ഒരു കൂന പരീക്ഷകളുടെ പ്രിലിംസാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വെരി കംബർസം എക്സാം. അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വൈകിയത് കൊണ്ട് തന്നെ 2022-ലും ഈ പറയുന്നത് പോലെ ഒക്ടോബർ നവംബർ മാസത്തിലാണ് പ്രിലിംസ് നടന്നത്. അത് 3 സ്റ്റേജായിട്ടാണ് പ്രിലിംസ് നടന്നത്. എത്ര സ്റ്റേജായിട്ടാണ് പ്രിലിംസ് നടന്നത്? 3 സ്റ്റേജായിട്ടാണ് പ്രിലിംസ് നടന്നത്. നിഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് വരെയുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് നവംബർ ഡിസംബർ മാസം ബാക്കിയുണ്ട്. ഡിസംബർ 31 വരെയും ഈ വർഷത്തെ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അവസരമുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഓർത്തോണം, 2022-ലെ വിജ്ഞാപനത്തിൽ ഡിസംബർ 31-നാണ് ആ വർഷത്തെ സബ് ഇൻസ്പെക്ടർ വിജ്ഞാപനം കേരള PSC പുറപ്പെടുവിച്ചത്. കാരണം ഡിസംബർ 31 കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവിടെ അവസരം നഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാ തസ്തികകളിലും ഈ പ്രായപരിധിയുടെ ഘടകം, എസ്പെഷ്യലി ആ സീലിംഗ് ലിമിറ്റ് എക്സോസ്റ്റ് ആവാൻ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. PSC ഒഴിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ
അല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ PSC അതിൽ അമാന്തിക്കാറില്ല. ഈ വർഷം വിളിക്കാൻ PSCക്ക് കെൽപ്പുള്ള എല്ലാ തസ്തികകളിലേക്കും ഈ വർഷം ഡിസംബർ 31 വരെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിജ്ഞാപനം ഇറക്കാം. അത്തരത്തിലുള്ള പ്രസിഡൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കഥ അങ്ങ് എക്സ്പെക്റ്റഡ് ഷെഡ്യൂളിലോട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 2022 നോക്കൂ, ഏതാണ് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. ഓക്കെ, ഇനി 2023 തൊട്ടാണ് നമ്മുടെ കേരള PSCയുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒരു ആനുവൽ എക്സർസൈസ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിസിറ്റിയിലോട്ട് ശരിയായിട്ടുള്ള നിലയ്ക്ക് വന്നത് 2022 3 സ്റ്റേജായിട്ടാണ് നടന്നത്. ഓക്കെ, 2022 3 സ്റ്റേജായിട്ടാണ് നടന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീസും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി 2023 എന്ത് ചെയ്തടെ, എക്സാംസ് പ്രീപോണ്ടായി. എക്സാംസ് എന്തായി? പ്രീപോണ്ടായി. അതായത് ആ ഒക്ടോബർ നവംബറിൽ നിന്നും അത് എങ്ങോട്ട് വരാൻ തുടങ്ങി? ഇതാ നോക്കേ, ഏപ്രിൽ മെയ് മാസത്തിലേക്ക് വരാൻ തുടങ്ങി. 2023 ഏപ്രിൽ മെയ് മാസത്തിൽ വരാൻ തുടങ്ങി. ഈ പ്രസിഡൻസ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, 2023 3 സ്റ്റേജായിട്ടാണ് എക്സാം നടന്നത്. 2023 3 സ്റ്റേജായിട്ടാണ് എക്സാം നടന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി 2024 നമുക്കറിയാം എലക്ഷൻ ഇയർ ആയിരുന്നു, എലക്ഷൻ വർഷമായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ നോക്കൂ, ഏപ്രിലിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് വഴി കേരളത്തിലൊക്കെ ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത്, ഒന്നാം ഘട്ടമാണോ രണ്ടാം ഘട്ടമോ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വന്നത് കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, മാതൃകാ നിയമം, അതായത് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിൽ എക്സാംസ് നടത്താൻ പാടില്ല. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നത് കാരണം എക്സാമിൻ്റെ ഡേറ്റ് നീട്ടുകയും അങ്ങനെ മെയ് ജൂണിലേക്ക് പോവുകയും ചെയ്തു. ശരിക്കും ഒറിജിനലി ഏപ്രിൽ മെയ്യിൽ തന്നെ സംഗതി ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് 3 സ്റ്റേജായിട്ടാണ് നടന്നത്. അത് എത്ര സ്റ്റേജായിട്ടാണ് നടന്നത്? 3 സ്റ്റേജായിട്ടാണ് നടന്നത്. ഈ കൂട്ടത്തിലാണ് LSTS ഒക്കെ സംഭവിച്ചത്. LSTS ഒക്കെ നടന്നത് ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി 2025 കുറച്ച് വൈകിയാണ് നടന്നത്, മെയ് ജൂൺ എന്നുള്ള രീതിയിലാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കഥ. ഇതുവരെ നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദ വെരി ഫസ്റ്റ് തിങ്, ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 13 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞേ, 13 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 13 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് 13 സെറ്റ് കിട്ടിയേ? 2021 2 സ്റ്റേജ്, 2022 3 സ്റ്റേജ്, 2023 3 സ്റ്റേജ്, 2024 3 സ്റ്റേജ്, 2025 2 സ്റ്റേജ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണെന്ത് നമുക്ക് 13 സ്റ്റേജ് വരുന്നത്. നിങ്ങളുടെ കമൻറ്റ് ഞാനൊന്ന് വായിച്ചോട്ടെ. SPCD കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ. SPCD റാങ്ക് ലിസ്റ്റ് ജൂണിൽ തീരും എന്നും കേൾക്കുന്നു. സോ എക്സാം നേരത്തെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ സാർ? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ക്വയറീസ് എല്ലാം ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഞാൻ മറുപടി തരാം. സോ നമുക്ക് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിസിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഈ ഒരു സെഷനിൽ അഡ്രസ്ഡ് ആവും കേട്ടോ. താങ്ക്സ് കുട്ടാപ്പി. ശ്രദ്ധിച്ചേ, അപ്പം നമ്മുടെ കയ്യിൽ 13 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ജസ്റ്റ് ബിക്കോസ് സോ ഫാർ 13 എക്സാംസ് വെയർ കണ്ടക്റ്റഡ്, അല്ലേ? 13 സ്റ്റേജസ് ഓഫ് ഡിഗ്രി പ്രിലിംസ് എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 13 എക്സാംസും 13 ക്വസ്റ്റ്യൻ പേപ്പറും സിലബസുമാണ് നമ്മുടെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ദിശാസൂചിക അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർഗനിർദ്ദേശമായിട്ട് നമ്മുടെ മുന്നിൽ വർത്തിക്കാൻ പോകുന്നത് ഈ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് സിലബസുമാണ്. ഓക്കെ, പിന്നെ ഇവിടെ 2026 പറ്റിയാണ് നിങ്ങളുടെ സംശയം. 2026 സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, അല്ലേ? സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എലക്ഷൻ ഇയർ ആണ് 2026 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മെയ്യിൽ എലക്ഷൻ നടക്കുകയാണ് എങ്കിൽ, മെയ്യിലാണ് എലക്ഷൻ എങ്കിൽ എന്ത് സംഭവിക്കും? ഏപ്രിൽ മാസത്തിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരും. സോ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് എക്സാം വന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. സോ ഒരു ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ഒക്കെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ഷുഡ് നോട്ട് ബി സർപ്രൈസ്ഡ്. ഓക്കെ, ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ ചാൻസ് കൂടുതൽ
ഈ സർക്കാർ ഇരിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ഈ പ്രിലിംസ് കണ്ടക്ട് ചെയ്യാനാണ്. കേരള PSC എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭരണഘടനാ ബോഡിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് 2026 പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കണമെന്ന് ചുരുക്കം. ഓക്കെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്ന് കഴിയാൻ പോവുകയാണല്ലോ. സോ അതിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ ഫെബ്രുവരി മാർച്ച് ഒരു എല്ലാ സാധ്യതയുള്ള ഡിഗ്രി പ്രിലിംസ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് ഞാനിവിടെ ഡേറ്റ് എഴുതുകയാണ് വിത്ത് യുവർ പെർമിഷൻ. ഇത് ഫൈനലല്ല, ടെൻറ്റേറ്റീവാണ്. ഞാൻ എഴുതുകയാണ് ഫെബ്രുവരി മാർച്ച് എന്ന് എഴുതുകയാണ്. ഫെബ്രുവരി മാർച്ച് എന്നങ്ങ് എഴുതുകയാണ്. ഇപ്പോൾ 2026 പ്രിലിംസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ച് 2026 ഓക്കെ. സാധാരണ പല ഘട്ടങ്ങളായിട്ട് വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം നടത്തിയിട്ട് ഈ 5 6 തസ്തികകളിലേക്ക് ഒരു പൊതു പ്രാഥമിക പരീക്ഷ നടത്താറാണ് മുഹമ്മദ് ഫൈസൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള നടപടിയൊന്നും അല്ല. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഫൈസൽ. നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ പറയുന്നത് പോലെ പലപ്പോഴും നടക്കാറുണ്ട്. ഇപ്പം എക്സൈസ് ഇൻസ്പെക്ടറും SBCD ഒക്കെ വളരെ മുന്നേ വന്നു. അതിനുശേഷമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വന്നത്. അതിനുശേഷമാണ് ഇപ്പം കമ്പനി ബോർഡിലേക്കുള്ള, കാരണം അതിന് പല ഘടകങ്ങളില്ലേ. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അത് കാലഹരണപ്പെടണം. അങ്ങനെ പല മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് പുതിയ തസ്തികകളിലേക്ക് വിജ്ഞാപനം വരുന്നത്. സോ അതിൻ്റെ അകത്ത് വലിയ പുതുമയൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ നടപടിക്രമം. അങ്ങനെയില്ല, നേരത്തെ വരാറുണ്ട്. അങ്ങ് ഡിസംബർ അവസാനം വരെ പോകാറില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡിസംബർ 31 വരെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാരണം സബ് ഇൻസ്പെക്ടറിൻ്റെത് ഒരു സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെത് ഡിസംബർ 31 വന്നിട്ടുണ്ട്. കാരണം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. കാരണം എന്താ, ഈ പ്രായപരിധി കടന്നു പോകുന്ന ആൾക്കാർക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ്. കാരണം ജനുവരി 1 ആയി കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ എഴുതാൻ പറ്റത്തില്ല. ശരി, അപ്പം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം 2026 ആദ്യത്തെ മാസങ്ങളിൽ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് വരികയാണ്. ഫെബ്രുവരിയിൽ തന്നെ ഡിഗ്രി പ്രിലിംസ് വരികയാണ് എങ്കിൽ പഠിച്ചു തുടങ്ങണ്ടേ? എന്താ വെച്ച് പഠിച്ചു തുടങ്ങും? 2021 തൊട്ട് നിലനിൽക്കുന്ന ഒരൊറ്റ സിലബസാണ് നമുക്കുള്ളത്. 2021 തൊട്ട് നാളിതുവരെ നമുക്ക് ഒരൊറ്റ സിലബസിനെ മുൻനിർത്തിയാണ് എന്ത് നടക്കുന്നത്, ഡിഗ്രി പ്രിലിംസ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്? നമുക്ക് 1300 ചോദ്യങ്ങളും അവൈലബിളാണ്. ഓക്കെ, ഓരോ വർഷം കഴിയും തോറും ഈ സിലബസിനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിൻ്റെ അകത്ത് നമുക്കൊരു വെൽവേഴ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, കൂടുതൽ എക്സാംസ് നടക്കുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളായിരുന്നു. ഇപ്പോൾ 2025 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ആയപ്പോൾ എത്രയായി? 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സായി. 1300 ക്വസ്റ്റ്യൻസായി നമ്മുടെ കയ്യിൽ, അല്ലേ? 1300 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ സിലബസ് ഒന്ന് പരിചയപ്പെടുക. ഇതാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാറിയിരിക്കാം. നോക്കേ, സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് നോക്കേ. പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ സിലബസ് നന്നായിട്ട് നോക്കേ. സിലബസിൽ എന്തൊക്കെയുണ്ട്, സിലബസിൻ്റെ ഒരു സ്വഭാവം എന്താണ്, സിലബസ് ഒരു സ്പെഷ്യലിസ്റ്റ് സിലബസ് ആണോ അതോ ഒരു ജനറലിസ്റ്റ് സിലബസ് ആണോ, സ്പെഷ്യലിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു സിലബസ് ആണോ അതോ ജനറലിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു സിലബസ് ആണോ? ബിഗിനേഴ്സ് ജോയിൻ ചെയ്താൽ എന്നൊന്നുമില്ല. നല്ലൊരു പ്രിപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, കോൺസെപ്ച്വലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം. നീതു ആൻഡ് ഇറ്റ്സ് മീ. ഓക്കെ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇതിൻ്റെ ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ്. ഓക്കെ, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ഐ ഹാവ് ജസ്റ്റ് റിക്കവേർഡ് ഫ്രം എന്താ പറയണ്ടേ, ഒരു ഇൻഫെക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി സ്ട്രെയിൻ എടുക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ. പ്ലീസ് എക്സ്ക്യൂസ്. ഒരു മോഡുലേഷൻ കറക്റ്റായിട്ട് വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചേ, ഇതൊരു ജനറലിസ്റ്റ് സിലബസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, അതൊരു സ്പെഷ്യലിസ്റ്റ് സിലബസ് ആയിട്ട് തോന്നുന്നു? ഇതൊരു ജനറലിസ്റ്റ് സിലബസ് ആണ്. ഇതാണ് ഒരു ജനറലിസ്റ്റ് സിലബസ് എന്ന് പറയുന്നത്. എന്താണ് ജനറലിസ്റ്റുകളും സ്പെഷ്യലിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം? കാരണം ഇപ്പം നിങ്ങൾക്ക് വിജ്ഞാപനം വന്നിട്ടുള്ള തസ്തികകൾ ഒന്നും തന്നെ ടെക്നിക്കൽ എക്സാംസ് അല്ലല്ലോ. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടോ
അല്ലെങ്കിൽ എന്താ പറയേണ്ട ബിടെക് ക്വാളിഫിക്കേഷനിലുള്ള എക്സാം ഒന്നുമല്ല വന്നിരിക്കുന്നത് അല്ലേ, എനി ഡിഗ്രി ക്വാളിഫിക്കേഷനിലുള്ള എക്സാമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലും കമ്പനി ബോർഡിലേക്കുള്ള അസിസ്റ്റൻ്റ് ഗ്രേഡ് തസ്തികകളാണെങ്കിലും ശരി, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലും ശരി, എന്താണ് അതൊക്കെ ഒരു ജനറലിസ്റ്റ് സ്വഭാവത്തിലുള്ള പരീക്ഷകളിലൂടെയാണ് നിയമനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട് സിലബസിൻ്റെ ഭാഗമായിട്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, എക്കണോമിക്സ് പഠിക്കാനുണ്ട്, സിവിക്സ് പഠിക്കാനുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി റീസണിങ് വരുന്നുണ്ട്, ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ ഒരു പ്രാദേശിക ഭാഷ. നമ്മൾ അധികം ആൾക്കാരും പ്രാദേശിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നത് മലയാളമാണ്. അതിന് പുറമെ കന്നഡയോ തമിഴോ നിങ്ങൾക്ക് പ്രാദേശിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അവർക്ക് ആ മീഡിയത്തിലായിരിക്കും ക്വസ്റ്റ്യൻ കിട്ടുന്നത്, ഇംഗ്ലീഷിലും കാണും, ആ മീഡിയത്തിലുള്ള ക്വസ്റ്റ്യനും കാണും. പിന്നെ ആ 10 മാർക്ക് നിങ്ങൾക്ക് കന്നഡയായിരിക്കും, നിങ്ങൾ പ്രാദേശിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്ന കന്നഡയാണ് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഈ സിലബസ് ബ്രേക്ക് ഡൗണിൽ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മൾ MEM എന്ന് വിളിക്കും. MEM എന്ന് വിളിക്കുന്ന ഈ സെഗ്മെൻറ്റ് അതിൻ്റെ വെയിറ്റേജ് നോക്കൂ, 50 മാർക്കാണ്. അതിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 50 മാർക്കാണ്. അതായത് കൺവെൻഷനലി നോക്കുകയാണെങ്കിൽ കേരള PSCയുടെ ഏതൊരു മത്സര പരീക്ഷയിലും, ജനറലിസ്റ്റ് സ്വഭാവമുള്ള ഏതൊരു മത്സര പരീക്ഷയിലും ക്വിൻ്റ് എസെൻഷ്യലായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിന് 50 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഡിഗ്രി പ്രിലിംസ് എക്സാമിനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പലരും ചോദിച്ചില്ലേ ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ക്വാളിഫൈ ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് ആദ്യം തന്നെ പോകേണ്ടത് എന്തിലോട്ടാണ്? ഈ മാർക്ക്, ഈ വെയിറ്റേജിലോട്ടാണ് പോകേണ്ടത്. അതിൽ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും തന്നെ എത്ര മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്? 50 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഇതുവരെയുള്ള കട്ട് ഓഫ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഡിഗ്രി പ്രിലിംസിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ സമയത്ത് ഞാനൊരു ഓറിയൻറ്റേഷൻ സെഷൻ നിങ്ങൾക്ക് നൽകിയായിരുന്നു. ആ സമയത്ത് ഇവിടെ പലരും കരഞ്ഞ് നിലവിളിച്ച് നടക്കുമായിരുന്നു, എനിക്ക് 41 മാർക്കേ ഉള്ളൂ, 42 മാർക്കേ ഉള്ളൂ, ഈ പറയുന്നത് പോലെ 45 തികച്ചില്ല, 50 മാർക്ക് കൊണ്ട് ക്വാളിഫൈ ചെയ്യുമോ, 55 മാർക്ക് കൊണ്ട് ക്വാളിഫൈ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. ഇവിടെ 41 മാർക്ക് തൊട്ട്, എൻ്റെ അറിവിൽ 39 മാർക്ക് തൊട്ടുള്ളവർ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു കൺവേ ഈസ് ദാറ്റ് ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾക്ക് ഒരു 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഔട്ട് ഓഫ് 100 ഒരു 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡിഗ്രി പ്രിലിംസിൽ യു ആർ സേഫ്. നിങ്ങൾ ഏത് തസ്തികകളിലായിട്ടുള്ള പ്രിലിംസ് ആണെങ്കിലും ശരി, ഏത് ഘട്ടത്തിൽ എഴുതിയവരാണെങ്കിലും ശരി, if you can manage to score that 60 marks out of total 100 marks, ആ 100 മാർക്കിൽ 60 മാർക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ യു വുഡ് ക്വാളിഫൈ ദ പ്രിലിംസ്. നിങ്ങൾക്ക് 60 മാർക്ക് നേടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ക്വാളിഫൈ ചെയ്തിരിക്കും? പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് സ്റ്റേജ് യു ഹാവ് റിട്ടൺ ദ എക്സാം. നിങ്ങൾ ഏത് സ്റ്റേജിൽ എക്സാം എഴുതിയവരാണെങ്കിലും ശരി, ആ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ഏത് അളവിലുള്ളതാണെങ്കിലും ശരി, ഇനി ആ എക്സാം നോർമലൈസ് ചെയ്താലും ശരി, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ക്വാളിഫൈ. ആ 60 എന്നുള്ളത് നോർമലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് 73 ആയിരിക്കും. കാരണം ഇത്തവണ 45 കിട്ടിയവരുടെ മാർക്കൊക്കെ 54 ചെന്ന് നിന്നു. ഓക്കെ, അതാണ് നോർമലൈസ് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് എഴുതുന്ന സ്റ്റേജ് അനുസരിച്ചിട്ട് കൂടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞേ, ഡിഗ്രി പ്രിലിംസ് 2026 ഡിഗ്രി പ്രിലിംസിൽ നിങ്ങളെല്ലാവരും, പ്രിലിംസ് എഴുതാൻ പോകുന്ന എല്ലാ ആൾക്കാരും എയിം ചെയ്യേണ്ട, നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യമാക്കി വെക്കേണ്ട ആ ടാർഗറ്റ് സ്കോർ എത്രയാണ്? 60 മാർക്കാണ്. എത്രയാണ്? 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും കൈൻഡ് ഓഫ് ചോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് നിങ്ങളുടെ സ്ലോട്ട്. ഈ സ്ലോട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് 60 മാർക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് എക്സാം ക്വാളിഫൈ ചെയ്യും? ഡിഗ്രി പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രായപരിധിയും നിങ്ങളുടെ മറ്റ് എന്താ പറയണ്ടേ, ഇപ്പോൾ ജനറലിസ്റ്റ് എക്സാംസ് ആണെങ്കിൽ വേറെ എന്താ പറയണ്ടേ, ബോഡി മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ വരുന്നില്ല. എക്സൈസ് ഇൻസ്പെക്ടറൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ, ബാക്കി ആസ്പെക്ട്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഏതൊരു തസ്തികയുടെയും മെയിൻസ് എഴുതാൻ നിങ്ങൾ എന്താവും? നിങ്ങൾ യോഗ്യരാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇത്തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 1 ഇപ്പോൾ മെയിൻസ് എഴുതിയ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ 1 സ്കോറ് അവർ നന്നായിട്ട് പുഷ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അവരുടെ പേപ്പർ 1 സ്കോർ കൂടാൻ കാരണം MEM ആണ്. പേപ്പർ 1 സ്കോർ കൂടാൻ കാരണം എന്താണ്? MEM ആണ്. കാരണം ഒരു 10% ഇല്ലെങ്കിൽ പോട്ടെ, ഒരു 95%, 90 തൊട്ട്
95% വരെ MEM അവർക്ക് ശരിയാക്കാൻ സാധിച്ചു. കാരണം അവർ ആ പ്രിലിംസിന് തയ്യാറെടുത്തു, പിന്നെ കാലാകാലങ്ങളായിട്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം ചെയ്യുന്നുണ്ട്, അതിനൊപ്പം എക്സാമും കൂടെ എക്സാമും കൂടെ അങ്ങ് എളുപ്പമായി. അപ്പോൾ എന്തായി, അവരുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായി? 90 തൊട്ട് 95% വരെ. ഈവൻ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരും ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേപ്പർ 1 ഓൾമോസ്റ്റ് ഒരു 70+ മാർക്ക് അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ 60+ ഒക്കെ ഒരുവിധം ആവറേജ്, ഓൺ ആൻ ആവറേജിൽ 50 to 60 മാർക്സ് എല്ലാവർക്കും ഉണ്ട്. 60+ സ്കോർ ചെയ്ത ആൾക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. 90 തൊട്ട് 95 വരെ മാർക്ക്, മീൻസ് 90 തൊട്ട് 95% വരെ മാർക്ക് MEM സ്കോർ ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. ഓക്കെ, ഇഫ് ദേ ആർ റൈറ്റ്, ഇഫ് ദേ ആർ നോട്ട് റോങ്, ഇഫ് ദേ ആർ നോട്ട് ബ്ലഫിങ്. ഓക്കെ, അപ്പം MEM ഒരു പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. MEM എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സാമിൻ്റെ രൂപവും ഘടനയൊക്കെ എങ്ങനെയൊക്കെ മാറിയാലും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും കുറച്ച് നിയതമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. പാർട്സ് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് സെൻറ്റൻസ് ഫോർമേഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് കൺവേർഷൻ, പാസീവ് ടു ആക്റ്റീവ്, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഓക്കെ, പിന്നെ നമ്മുടെ ആർട്ടിക്കിൾസ്, ഇങ്ങനെ കുറച്ച് വളരെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ഗ്രാമറിൽ പഠിക്കാനുണ്ട്. വൊക്കാബുലറിയിലോട്ട് വരുമ്പോൾ അതാണ് പൊതുവേ ഇംഗ്ലീഷിൽ കുറച്ചെങ്കിലും നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ഒക്ടോബർ മാസത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC പ്രിപ്പറേഷനിൽ വരുന്നതെങ്കിലും ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രമിച്ച് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിലെ വൊക്കാബുലറിയുടെ 5 മാർക്ക് എടുക്കുകയാണെങ്കിൽ ആ 5-ൽ 4 മാർക്ക് എന്നുള്ളത് ഇറ്റ് ഈസ് ക്വയറ്റ് ഡൂവബിൾ. ഇംഗ്ലീഷിൽ 5-ൽ 4 മാർക്ക്, വൊക്കാബുലറിയിൽ, ഗ്രാമറിൽ 5-ൽ 5-ഉം നോ ഡൗട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മിയർലി അപ്പോൺ ദ റൂൾസ് ആൻഡ് പ്രാക്ടീസിങ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ചെയ്യാമെങ്കിൽ 5-ൽ 5 കിട്ടും വൊക്കാബുലറിയിൽ, ഗ്രാമറിൽ. വെൻ ഇറ്റ് കംസ് ടു വൊക്കാബുലറിയിലേക്ക് വരുമ്പം എന്താ വേണ്ടത്? വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഈസ് ദാറ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പോയിട്ട് അവിടെ ചോദിച്ചിട്ടുള്ള വേർഡ്സ്, കൈൻഡ് ഓഫ് എന്താണ്, ഇപ്പോൾ വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മീനിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ് ചോദിക്കാം, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. സോ അതങ്ങ് പരിചയപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. സോ അതിന് തയ്യാറെടുക്കാനാണ് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം മൊത്തം കിടപ്പുണ്ട്. നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്. നമ്മളെ ഏറ്റവും വേർസ്റ്റ് കേസ് സിനാരിയോ ആണ് ഫെബ്രുവരി ലാസ്റ്റിൽ എക്സാം വരുമെന്ന് പറഞ്ഞേ. അത് സംഭവിച്ചില്ലേ പിന്നെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 9 out of 10 ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇംഗ്ലീഷിൽ എന്താണ് 9 out of 10 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പോട്ടെ, നിങ്ങൾക്കൊരു 7 out of 10 സ്കോർ ചെയ്തുകൂടെ? ഇംഗ്ലീഷിൽ നിന്ന് ഒരു 7 out of 10 നെഗറ്റീവ് വരുത്താതെ ഇംഗ്ലീഷ് 20 മാർക്കിനാണ് കേട്ടോ, ഇംഗ്ലീഷ് 20 മാർക്കിനാണ്. 20 മാർക്കിൽ 10 മാർക്ക് വൊക്കാബുലറിയും 10 മാർക്ക് ഗ്രാമറുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 14 to 16 out of 20 നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൂടെ? ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും അല്ലെ മറവിയും അല്ലെ ടൈം മാനേജ്മെൻറ്റും ഒക്കെ കണക്കിലെടുത്താൽ പോലും ഒരു 14 തൊട്ട് 16 മാർക്ക് വരെ നിങ്ങൾക്ക് എവിടെ സ്കോർ ചെയ്യാൻ പറ്റും? 14 തൊട്ട് 16 മാർക്ക് വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മാത്സ് എടുക്കാം. മാത്സിൻ്റെ കേസിൽ എന്താ ഉള്ളത്? മാത്സിൻ്റെ കേസിൽ മെൻ്റൽ എബിലിറ്റിയും ഉണ്ട്, ഈ പറയുന്നത് പോലെ സിമ്പിൾ അരിത്തമെറ്റിക്കും ഉണ്ട്. മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങും ഉണ്ട്, സിമ്പിൾ അരിത്തമെറ്റിക്കും ഉണ്ട്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ മതി. സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്ന സബ്ജക്ട് മാറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഹെഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തിലാണ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് എടുക്കാം. ഞാൻ സിലബസ് പൂർണ്ണമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോക്കേ, സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്നതാണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ് കണക്കാക്കുന്ന ക്വസ്റ്റ്യൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോ ഓഫ് എക്സ്പെണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. ഓക്കെ, ഇത്രയും ഏരിയാസിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇവിടെ നമുക്ക് ഈ 13 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 3 ലെവൽ ഓഫ് അല്ലെങ്കിൽ 4 ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഓൺ ദ റിയൽ ഡേ ഓഫ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന സ്റ്റേജ് 1 ആണെങ്കിലും സ്റ്റേജ് 2 ആണെങ്കിലും ഇനി സ്റ്റേജ് 3 ഉണ്ടെങ്കിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ടോപ്പിക് ലെവലിൽ ഐഡൻറ്റിഫൈ ചെയ്യണം.
ടോപ്പിക് ലെവലിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് സിലബസ്. യു ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ഫോർ എ ക്വസ്റ്റ്യൻ ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ്. യു ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ഫോർ എ ക്വസ്റ്റ്യൻ ഫ്രം പെർസെൻറ്റേജിൽ തന്നെ എത്ര ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഫാർ നമ്മുടെ കയ്യിലുള്ള 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ള സിലബസിലെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ട്, ഏതൊക്കെ ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ എടുക്കേണ്ട ഒരു ചോയ്സ്, എങ്ങനെയാണ് അത്, ബൈ ഇക്വേഷൻ ആണോ ബൈ ലോജിക് ആണോ ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹാക്ക് ഉണ്ടോ അല്ലെങ്കിൽ ടിപ്പ് ഉണ്ടോ, മീൻസ് കൈൻഡ് ഓഫ് ട്രിക്സ് വല്ലതും നമുക്ക് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിലബസിനെ മാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഞാനൊരു ചെറിയൊരു ടോളറൻസ് ഇട്ട് തന്നെ പറയുകയാണ്. 20 മാർക്കിൽ ഒരു 16 മാർക്ക് അവിടെയും ഞാൻ എടുക്കുകയാണ്. എന്താണ്, 20 ഒരു 16 മാർക്ക് ഞാൻ അവിടെയും കൊടുക്കുകയാണ്. ഏറ്റവും കുറച്ചിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ഇംഗ്ലീഷിൽ ഒരു 16 ഞാൻ എടുക്കുന്നു, മാത്സിൽ ഒരു 16 എടുക്കുന്നു. ഇപ്പോൾ എത്രയായി, 32 മാർക്കായി. എത്രയായി, 32 മാർക്കായി. ഇനി റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് മലയാളമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, മലയാളം പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 4 മാസം കൊണ്ട് നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ തരുന്ന ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരുന്ന വർക്കൗട്ട് മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ 10 മാർക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ, ആ 10 മാർക്കിൻ്റെ ഒരു 60 അല്ലെങ്കിൽ 70%, ഞാൻ പോട്ടെ 60% കൂട്ടുന്നുള്ള 6 മാർക്ക്. ഇപ്പോൾ എത്രയായി, 16 32 38 മാർക്ക്. നിങ്ങളോട് 50ൽ 50 സ്കോർ ചെയ്യാൻ പറയുന്നില്ല, 38 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, 38 മാർക്ക് അവിടുത്തെ മിനിമം ഇട്ടിട്ടാണ്. ഇതിൽ നിന്ന് എത്ര പുഷ് ചെയ്യുന്നോ അത്ര കണ്ട് നിങ്ങളുടെ പ്രിലിംസിൻ്റെ സ്കോർ കൂടുകയും ചെയ്യും. അത്രയും സമാധാനത്തോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുമോ, എൻ്റെ മാർക്ക് കട്ട് ഓഫിൻ്റെ അകത്ത് വരുമോ എന്നുള്ള ടെൻഷനിലാണ് നിങ്ങൾക്ക് ഇരിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് 50ൽ നിന്ന് ഒരു 38 മാർക്കേ ഞാൻ എടുക്കുന്നുള്ളൂ. 50ൽ നിന്ന് എത്രയാണ്, ഒരു 38 മാർക്കാണ് ഞാൻ ഇവിടുന്ന് എടുക്കുന്നത്. ഓക്കെ, 38 മാർക്സ്, 50ൽ നിന്ന് ഒരു 38 മാർക്ക് MEME. ഇനി നമുക്കുള്ള 50 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊന്ന് നോക്കേ. 50 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, മെഡീവൽ ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ് വെയിറ്റേജ്, 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഇതിനുള്ളത്, ഹിസ്റ്ററിക്കുള്ളത്. ഹിസ്റ്ററിക്ക് എത്ര മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളത്, 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. ആ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഏതിലാണ്, വേൾഡ് ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി എടുത്തേ. വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. വേൾഡ് ഹിസ്റ്ററി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലോകത്തെ മാറ്റിമറിച്ച, ലോകത്തിൻ്റെ ഗതി മാറ്റിമറിച്ച, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു വേൾഡ് ഓർഡറിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, സോ അതായത് നമ്മുടെ വേൾഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചരിത്രത്തിലെ, ലോക ചരിത്രത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ എവിടെ തൊട്ടാണ്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPSCയുടെയൊക്കെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റിനൈസൻസിൻ്റെ കാലഘട്ടവും അതുപോലെ തന്നെ ഏതാണ്, അതുപോലെ തന്നെ ഈ പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡും ഒന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ സിലബസിലില്ല. നമ്മുടെ അടുത്ത് നാളിതുവരെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് കാണാം, ഇതിൽ നിന്ന് മാത്രമാണ് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫ്രഞ്ച് റെവല്യൂഷനും റഷ്യൻ റെവല്യൂഷനും ചൈനീസ് റെവല്യൂഷനും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ഔദ്യോഗിക ഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ആ ബൈപ്പോളാരിറ്റിയുടെ കാര്യമൊക്കെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി സിലബസിനെ ഹോണർ ചെയ്ത് മാത്രമാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. എത്ര മാർക്ക് വരെ ചോദിച്ചിട്ടുള്ളത്, 2 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. SBCIDയുടെ എന്താണ് ശ്രുതി ചോദിക്കുന്നത്, പ്രിലിംസ് ആണോ മെയിൻസ് ആണോ? ആദ്യമേ പ്രിലിംസ് ആണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആൾക്കാർ മനസ്സിലാക്കുക, നമ്മൾ പ്രിലിംസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പല തസ്തികകളിലേക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം കൂടെ ഒരു പൊതു പ്രാഥമിക പരീക്ഷ, ഒരു കോമൺ പ്രിലിംസ് എക്സാം ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ആ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നിങ്ങൾ കോമൺ പ്രിലിംസ് എക്സാം എഴുതിയ ശേഷം നിങ്ങൾക്ക് ഓരോ തസ്തികയ്ക്കും വേണ്ടുന്ന കട്ട് ഓഫ് അവർ എന്ത് ചെയ്യും, കട്ട് ഓഫ് അവർ പ്രഖ്യാപിക്കും, ഷോർട്ട് ലിസ്റ്റ് ഇടും. ആ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ നിശ്ചിത കട്ട് ഓഫ് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും. നിങ്ങൾക്ക് ആ തസ്തികയായിട്ട് ബന്ധപ്പെട്ട മെയിൻസ് എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എപ്പോൾ മെയിൻസ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പ്രിലിംസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അപ്ലൈ ചെയ്തവരാണെങ്കിലും, വരാൻ പോകുന്ന മാസമുള്ള കമ്പനി ബോർഡ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും,
എക്സൈസ് ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏതാണ് SBCID അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് 2026 കൂടി നിങ്ങൾ ഒരു 2 സ്റ്റേജസ് ആണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ 2 സ്റ്റേജസ് അല്ല ഇത്തവണ 3 സ്റ്റേജസ് വരും. കാരണം എന്താണ് ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? കമ്പനി ബോർഡും കൂടെ വന്നതുകൊണ്ട്, അതായത് സെക്രട്ടേറിയറ്റിനുള്ളതിനേക്കാളും 4 മടങ്ങൊക്കെ വേക്കൻസി ആദ്യം കാണും കമ്പനി ബോർഡിന് ഉള്ളതുകൊണ്ട് തന്നെ 3 സ്റ്റേജ് എക്സാം ആയിരിക്കും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലോ, ഇത് വേസ്റ്റ് കേസ് സിനാരിയോ ആണ് ഇലക്ഷൻ വന്നുകൊണ്ട്, അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലോ ആയിട്ട് 3 സ്റ്റേജിലായിരിക്കും എക്സാം നടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് പ്രോഗ്രാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് വി ഹാവ് ഇൻ അവർ ഡിസ്കോഴ്സ് ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ മെയിൻസ് എഴുതി നിൽക്കുന്നവരുണ്ട് അല്ലേ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ മെയിൻസ് എഴുതി നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാതിരിക്കട്ടെ, അവരുടെ സ്കോർ ഇത്തിരി അവർക്കൊരു ഡൗട്ട്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് റിയലി ദേ വാണ്ട് ടു പ്രിപ്പയർ ഫോർ, അവർക്ക് പ്രിലിംസ് അവർ ഓക്കെയാണ്, അവർ പ്രിലിംസ് ക്വാളിഫൈ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത്തരത്തിൽ, അതായത് പ്രിലിംസ് സെറ്റായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു 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 1.5 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 1 മന്തിന് ശേഷം നമ്മളൊരു മെയിൻസ് ബാച്ചിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ വഴിയെ പറയാം. ഇപ്പം നിലവിൽ നമ്മൾ ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് ബാച്ചാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസ് ടോപ്പിക്കാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പേപ്പർ 1 പേപ്പർ 2 പോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചേ, പേ അറ്റൻഷൻ. പേപ്പർ 1 പേപ്പർ 2 എന്നുള്ളൊരു ഫോർമുലയിലാണ് ഇനി മെയിൻസ് എക്സാംസ് എല്ലാം നടക്കുന്നത് എങ്കിൽ പേപ്പർ 1 ആവശ്യമായിട്ടുള്ള ആഴത്തിൽ പഠിക്കേണ്ട വിഷയങ്ങൾ പലതും, ഇപ്പോൾ ജോഗ്രഫി എടുക്കാം, അതുപോലെ തന്നെ ഹിസ്റ്ററി എടുക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് എടുക്കാം, അതെല്ലാം നിങ്ങളുടെ ഈ പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതായത് പ്രിലിംസിനൊരു പ്രിപ്പറേഷൻ, മെയിൻസിനൊരു പ്രിപ്പറേഷൻ എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ അവിടെ കാണത്തില്ല. അപ്പോൾ പേപ്പർ 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം പേപ്പർ 2-നും പ്രിലിംസിന് എടുക്കാൻ സാധിക്കാത്ത വിഷയങ്ങളിലും ആയിരിക്കും. ഉദാഹരണത്തിന് പ്രിലിംസിൻ്റെ ഭാഗമായിട്ട് എന്തില്ല, നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും ഇല്ല അല്ലേ. ഇനി ചില സ്പെഷ്യൽ ടോപ്പിക്ക് വരും, അതിപ്പോൾ പ്രിലിംസ് സമയത്ത് നമ്മൾ പഠിക്കുന്നില്ല. സോ അത്തരം കാര്യങ്ങൾക്ക് എപ്പോൾ പ്രാധാന്യം കൊടുക്കും, മെയിൻസിന് പ്രാധാന്യം കൊടുക്കും. ഓക്കെ, ഇനി അതല്ല നമുക്ക് നോക്കാം, ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി അടുത്ത പ്രിലിംസ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രിഡ് കോഴ്സ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു എക്സ്ക്ലൂസീവ് മെയിൻസ് കോഴ്സും ഒക്കെ നമുക്ക് ആലോചനയിലുണ്ട്. ഇപ്പം റൈറ്റ് നൗ വി ആർ കമൻസിങ് അവർ 2026 ഡിഗ്രി പ്രിലിംസ് ബാച്ച് ഓൺ October 2. സയൻസ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുണ്ട്. പെർസെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് ഇല്ല. ഡിഗ്രി പ്രിലിംസിന് എന്തില്ല? ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഇല്ല. നിങ്ങളുടെ സിലബസിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ സിലബസിലുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ പറയുന്നത് പോലെ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സയൻസിൻ്റെ കുറച്ച് ആസ്പെക്ട്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും എന്ത് കംപ്ലീറ്റ് ആയിട്ടില്ല? ഫിസിക്സും കെമിസ്ട്രിയും മെയിൻസിൽ ചോദിക്കുന്നത് പോലെ എവിടെ അവൈലബിൾ അല്ല? ഡിഗ്രി പ്രിലിംസിൽ അവൈലബിൾ അല്ല. എവിടെ അവൈലബിൾ അല്ല? ഡിഗ്രി പ്രിലിംസിൽ അവൈലബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് അതാ പറഞ്ഞത്. അതായത് മെയിൻസിലോട്ട് പോകുമ്പോൾ പേപ്പർ 1 പേപ്പർ 2 എന്നാണ് പറഞ്ഞൊരു ഡിസ്റ്റിങ്ഷൻ വരുമല്ലോ. 2 പേപ്പർ വരാറുണ്ടല്ലോ ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ കണ്ട പോലെ. സോ അവിടെ പേപ്പർ 1 വരുന്ന ഒട്ടുമിക്ക ടോപ്പിക്സും നമ്മളിവിടെ കവർ ചെയ്യും. അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ വരുന്ന ഏരിയാസാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത്. പിന്നെ ലൈഫ് സയൻസിൻ്റെ കോറായിട്ടുള്ള ഏരിയാസ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ വരാമോ? അനന്തൻ ചാറ്റിലുണ്ടല്ലോ, നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ. സോ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ഇതാണ്, ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ എന്നാണ് പറയുന്നത്. ശരി, തീർച്ചയായിട്ടും ബിഗിനേഴ്സിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ വളരെ എന്താ പറയണ്ടേ, ഒരു PSC പ്രിപ്പറേഷനിലോട്ട് ഒരു നോവൈസ് ആയിട്ട് വരികയാണെങ്കിൽ പോലും വളരെ ഓർഡർലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ടുവാർഡ്സ് എൻഡ് ഓഫ് ദ
സെഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്കത് പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 60 മാർക്ക് എന്നുള്ള ടാർഗറ്റ് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 38 മാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഹിസ്റ്ററിയുടെ കേസ് ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഹിസ്റ്ററിയുടെ കേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ശ്രദ്ധിച്ചേ. ഉണ്ട് കൃഷ്ണപ്രിയ, സയൻസ് ഇൻക്ലൂഡഡ് ആണ്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. സയൻസ് ഈസ് ഇൻക്ലൂഡഡ് ഫോർ യുവർ കോഴ്സ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് വേൾഡ് ഹിസ്റ്ററിയുടെ കേസാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്കൊരു 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ആ 2 മാർക്ക് നമുക്ക് ലോക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. മുമ്പോട്ടേ ഞാൻ പറയുന്നതാണ്, നിങ്ങളൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ, കേരള PSCയുടെ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സബ് ടോപ്പിക് ലെവലിലാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ്? സബ് ടോപ്പിക് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ചാപ്റ്റർ ലെവലിലോ അല്ലെങ്കിൽ ടോപ്പിക് ലെവലിലോ ആണ്. ചാപ്റ്റർ ലെവലിലോ അല്ലെങ്കിൽ ടോപ്പിക് ലെവലിലോ ആണ്. ഫോർ എക്സാമ്പിൾ, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, നിങ്ങളുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്ന് മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. നിങ്ങളുടെ സിലബസിൽ എന്ത് മാത്രമേ ഉള്ളൂ? യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ അകത്തെ സബ്ജക്റ്റ് മാറ്റേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഒരു വർഷം ചോദിച്ചിട്ടുണ്ടാവുക ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഐക്യ കേരളം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളാണ് തമിഴ്നാടിന് വിട്ടുകൊടുത്തതെന്നുള്ളതായിരിക്കും ഒരു വർഷത്തെ ചോദ്യത്തിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ മറ്റൊരു ഒക്കേഷനിൽ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യ കേരള സമ്മേളനത്തിൽ കേളപ്പൻ 2ാം ഐക്യ കേരള സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഐക്യ കേരള പ്രസ്ഥാനത്തിൽ നിന്ന് കേളപ്പൻ എന്തുകൊണ്ടാണ് വാക്കൗട്ട് ചെയ്തതെന്നുള്ള ചോദ്യമായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പം 1928 നെഹ്റുവിൻ്റെ പയ്യന്നൂർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട പയ്യന്നൂർ സമ്മേളനത്തിലെ ആ ഒരു പ്രസംഗം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, വാട്ട് വെയർ ദ ഏർലി പ്രോമിസസ്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നതെന്നുള്ള ചോദ്യം വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കറിയാം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, കേരള രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഒരു എപ്പിസോഡാണ് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നുള്ളത്. ആ കമ്മീഷൻ്റെ അംഗങ്ങളെ പറ്റി ചോദ്യങ്ങൾ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ സബ് ടോപ്പിക്സ് കാണാൻ പറ്റും? ഈ സബ് ടോപ്പിക്സിനെ വേണമെങ്കിൽ നമുക്ക് ഒരു കാലഗണക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ പറയല്ലേ, ഒരു വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സിലബസിലെ ഏത് ടോപ്പിക് എടുത്താലും നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം? ആ ടോപ്പിക്കിൻ്റെ അകത്തുള്ള സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസും മെറ്റീരിയൽസും. അപ്പോൾ അതായത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തരുന്ന കണ്ടൻറ്റ് ഇൻ ദ ഫോം ഓഫ് ക്ലാസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ദാൻ സഫിഷ്യൻറ്റ്. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, എക്കണോമിക്സിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് മൈ ക്ലാസ്സസ് ആർ മോർ ദാൻ സഫിഷ്യൻറ്റ്. ഇപ്പം വൊക്കാസ്പീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ഈ ഒരു ക്വാർട്ടറിൽ എൻ്റെ ഒരു ജേണി, അതിൻ്റെ അകത്ത് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിലെ ഇത്രയും മികച്ച രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കി നൽകുന്ന ഒരു സ്ഥാപനം കേരളത്തിലില്ല. ഓക്കെ, അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സമഗ്രമായിട്ടുള്ള ഈ സിലബസിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്തുകൊണ്ട് സിലബസിലെ സബ് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട്
ഓരോ ടോപ്പിക്കിലും വരുന്ന സബ് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടുകളാണ് നമ്മൾ നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത്. ആ നോട്ടുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് ആ നോട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി ഫോർ യു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങൾക്ക് സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാണ് സബ് ടോപ്പിക്സ്? ബിക്കോസ് ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി ആസ്ഡ് അറ്റ് ദ സബ് ടോപ്പിക് ലെവൽ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏത് ലെവലിലാണ്? സബ് ടോപ്പിക് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഞാൻ പറയാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുമ്പം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 2 മാർക്കാണ്, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 2 തൊട്ട് 3 മാർക്ക് വരെ ചോദിക്കാം കേട്ടോ. കേരള ഹിസ്റ്ററിയിൽ നിന്നും ഈ പറയുന്നത് പോലെ 2 തൊട്ട് 3 മാർക്ക് വരെ ചോദിക്കാം. 3, 3, 6, മിക്കപ്പോഴും 3 ക്വസ്റ്റ്യൻ തന്നെ കാണാറുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും കേരള ഹിസ്റ്ററിയിൽ നിന്നും. അപ്പോൾ എത്രയായി? 6 മാർക്കായി. ഇനി 1 മാർക്ക് മെഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാം. 1 മാർക്ക് മെഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് 7 മാർക്ക്. 2 ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ മൂവ്മെൻറ്റിൽ നിന്ന് വരാം. 1 മാർക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റിൽ നിന്ന് വരാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 ടോപ്പിക് ഏതൊക്കെയാണ്? കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയുമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളെന്ത്? ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി. അതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് എത്ര മാർക്കേ കിട്ടത്തുള്ളൂ? 3 മാർക്കേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 7 മാർക്കും വരുന്ന എവിടെ നിന്നാണ്? ഈ കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി കമ്പൈൻഡ് ആയിട്ടാണ് 7 മാർക്കും ചോദിക്കുന്നത്. പക്ഷേ ഈ 3 മാർക്കിൻ്റെ ടോപ്പിക്സ് നോക്കിയാൽ നിങ്ങൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടും അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടും വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നിങ്ങൾക്ക് എന്തിന് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇവിടാണ് നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പും നമ്മുടെ ട്രെയിനിങ്ങും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പോർഷനിൽ, കാരണം എല്ലാം കൂടെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മാത്രം പഠിക്കാനേ സമയം കാണത്തുള്ളൂ. എപ്പോഴും നമ്മളൊരു കോസ്റ്റ് ടു ബെനിഫിറ്റ് റേഷ്യോ നോക്കണ്ടേ? ആ കോസ്റ്റ് ടു ബെനിഫിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ ആ കോസ്റ്റ് ടു ബെനിഫിറ്റ് റേഷ്യോയിൽ കുറച്ച് പുറകിലാണെന്ത്? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്ക്. ഏറ്റവും വെയിറ്റേജ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന 2 പോർഷൻസ് ഏതൊക്കെ തന്നെയാണ്? കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയാണ്. ഇതിൽ കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് അടുത്ത ഡിഗ്രി പ്രിലിംസിന് കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നത്, കൂടുതൽ ലൈവ് സെഷനായിട്ട് തന്നെ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ഞാനായിരിക്കും നിങ്ങളുടെ കേരള ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നത്. സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പോർഷൻസ് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ റിവിഷനും കൂടെ ഞാൻ എടുക്കും. പക്ഷേ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു ഓവർസീയിങ്ങിലായിരിക്കും പോകുന്നത്. ക്ലാസ്സും കണ്ടൻറ്റും അതിൻ്റെ എക്സാംസും ഡെയിലി ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടായിരിക്കും അതിൽ ഇൻവോൾവ് ആവുന്നത്. സോ കേരള ഹിസ്റ്ററി എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടുന്ന് ഈ 10 മാർക്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ആംബിഗ്വിറ്റി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 10ൽ 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 10ൽ എത്രയാണ്? ഒരു 7 മാർക്ക്. ഓൾറെഡി നമുക്കൊരു 38 മാർക്ക് നമ്മൾ ഇവിടുന്ന് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട് MEMന്ന്. ഇവിടുന്ന് ഞാൻ നിങ്ങളുടെ പറയുന്ന ഒരു 7 മാർക്ക്. ഇപ്പോൾ എത്രയുടെ ക്യുമുലേറ്റീവായിട്ട് എത്രയായി? 45 മാർക്കായി. ഇനി നമുക്ക് ശരിക്കും കട്ട് ഓഫ് ക്വാളിഫൈ എത്ര മാർക്ക് കൂടെ മതി? 15 മാർക്ക് കൂടെ മതി. അതിലടുത്ത് ഞാൻ എക്കണോമിക്സ് എടുക്കുകയാണ്, എൻ്റെ ഡൊമൈനിലുള്ള ടോപ്പിക് എടുക്കുകയാണ്. എക്കണോമിക്സിന് ഞാൻ പറയുന്നു, വിത്ത് പ്രൂഫ് പറയുകയാണ്. ഇവിടെ ഇപ്പോൾ ലൈവിലുള്ള എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുടെ ടെസ്റ്റിമോണിയൽ എടുത്തിട്ട് പറയുകയാണ്. ഞാനിവിടെ ഒരു 12 മണിക്കൂർ, ഞാൻ കുറച്ച് വൈകിയാണ് ഇവർക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ അകത്ത് ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ വന്ന കൂട്ടത്തിൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ലൈവ് സെഷൻ എടുത്തു. ആ 6 ലൈവ് സെഷനിൽ നിന്നാണ് 2 സെഷനിലുമുള്ള 10 മാർക്ക് ഇവർക്ക് ചോദിച്ചിട്ടുള്ളത്. അതായത് 5 ഔട്ട് ഓഫ് 5 സ്കോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കൊപ്പം ഇവിടെ ഇപ്പോൾ ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറയുന്നു ഇതിൽ 5ൽ 5 മാർക്കും. ഓക്കെ, എന്നാൽ അവിടെ ഒരു ടോളറൻസ് ഇടുകയാണ്. 5ൽ 4 മാർക്ക് മൈ ക്ലാസ്സസ് ആർ മോർ ദാൻ സഫിഷ്യൻറ്റ്. ഈ 5ൽ 4 മാർക്കിന് നിങ്ങൾ എവിടെയും പോകണ്ട, നിങ്ങൾ എൻ്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 5ൽ 4 മാർക്ക് നിങ്ങളുടെ അഷ്യോർഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ 4 കൂട്ടുകയാണേ. 5ൽ 5 കൂട്ടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, എന്നാലും നമ്മളൊരു ചാൻസ് എടുക്കണ്ടല്ലോ. അപ്പോൾ 45 4 49 മാർക്കായി. ഇനി നമുക്കൊരു 11 മാർക്കിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അവിടാണ് ഏത് വരുന്നത്? സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നത്. സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നത്. സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നത്. ഈ 10 മാർക്കിൽ നിങ്ങൾക്കറിയാം, സിവിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഒരു പ്രോപ്പർ മോഡുലേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. സോ പ്ലീസ് സ്റ്റേ ബാക്ക്. നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാനെ കുറിച്ചും ഫോക്കസിനെ കുറിച്ചും നിങ്ങളുടെ ഒരു അടുത്ത ഒരു നെക്സ്റ്റ് 4 or odd months നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നുള്ളതും എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു മെയിൻ ഡിസ്കോഴ്സിന് ശേഷം അതിലോട്ടും കൂടെ ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് നിൽക്കുക. ഓക്കെ, ഞാനത് വെറുതെ പറയുന്നതല്ല. എക്കണോമിക്സിൻ്റെ കേസിൽ ഞാൻ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നത്
4 മാർക്ക് നിങ്ങൾക്ക് ഞാൻ എക്കണോമിക്സിൽ നിന്ന് അഷ്യൂർ ചെയ്യുന്നു, 2 മാർക്ക് ഞാൻ കേരള ഹിസ്റ്ററിയിൽ നിന്ന് അഷ്യൂർ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായ 60 മാർക്കിൽ 6 മാർക്ക് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരികയാണ്. അതായത് 10% മാർക്ക് ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ഇതെൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് അഷ്യൂർ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഈ 2025 എക്സാമിലും വെറും 5 ദിവസത്തെ ഇൻട്രാക്ഷൻ വെച്ചിട്ട് എനിക്ക് ഇവർക്ക് ഈ പറയുന്ന 5 മാർക്ക് 2 സ്റ്റേജിൽ എഴുതിയ ആൾക്കാർക്കും സ്കോർ ചെയ്ത ആൾക്കാർ നേരിട്ട് എൻ്റെ അടുത്ത് അവരുടെ എന്താ പറയണ്ടേ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്, അവരുടെ ഹാപ്പിനെസ് പങ്കുവച്ചിട്ടുണ്ട്, അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 6 മാർക്ക്, അതായത് 10% മാർക്ക് നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതിൽ 10% മാർക്ക്, മിനിമം 10% മാർക്ക് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഹാവ് ദാറ്റ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഓൺ മീ. ഓക്കെ, യു ആർ വെൽക്കം. നോബഡി, യു ആർ മോസ്റ്റ് വെൽക്കം. ശ്രദ്ധിച്ചേ. താങ്ക്സ് ശ്രീലക്ഷ്മി. അപ്പോൾ ഈ സിവിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴേ പോളിറ്റിയും, അതായത് സിവിക്സ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 10 മാർക്കിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ് ഈ പോളിറ്റി അല്ലെങ്കിൽ സിവിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ദേ ഫൈൻഡ് ഇറ്റ് വെരി ഈസി ടു കോപ്പ് അപ്പ് വിത്ത് ദ തിങ്സ്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ഡ്രിവൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. ഓക്കെ, ഓരോ ആർട്ടിക്കിൾസിൻ്റെയും സബ്ജക്ട് മാറ്റർ അറിഞ്ഞ് പഠിക്കാം, ക്വസ്റ്റ്യൻസും അതനുസരിച്ചിട്ട് എത്ര പഠിക്കുന്നു അതനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടുന്നതാണ്. പക്ഷേ പോളിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, ഭയങ്കര വോളറ്റൈലായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറന്നുപോവുകയും ചെയ്യും. നമ്മൾ നന്നായിട്ട് പഠിക്കും, പക്ഷേ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മറവിയും സംഭവിക്കും. എനിക്ക് ടിന ദാബി എന്ന് പറഞ്ഞിട്ടൊരു UPSC ആസ്പിരൻ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, ഏറ്റവും ചെറിയ പ്രായത്തിൽ IAS കിട്ടിയൊരു വനിതയാണ്. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരാണ് പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് റിവിഷൻ ചെയ്യുമ്പം ഓരോ തവണയും ഈ പോളിറ്റി എടുത്ത് റിവൈസ് ചെയ്യുമ്പോഴും ഷീ ഫെൽറ്റ് ലൈക്ക് ഷീ വാസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് എ പർട്ടിക്കുലർ ഐഡിയ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. Actually, she had gone through those things, but she got such a feeling. Why? അതാണ് പോളിറ്റിയുടെ പ്രശ്നം. പോളിറ്റി കുറച്ച് വോളറ്റിലിറ്റി ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ പോളിറ്റിയിലും കോൺസെപ്ച്വലായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് പോളിറ്റിയിലെ കോൺസെപ്ച്വലായിട്ടുള്ള ചില ഏരിയാസ് ഞാനിവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്. പോളിറ്റി പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് മറ്റ് അധ്യാപകനാണ്. പക്ഷേ എന്നിരുന്നാലും പോളിറ്റിയിലെ ഈ ഒരു സ്റ്റഫ്, ഈ വോളറ്റിലിറ്റി എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള കുറച്ച് ഏരിയാസ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടും അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസായിട്ടും തരും. അപ്പോൾ കുറച്ച് ഏരിയാസ് നിങ്ങൾ ആ ഒരു സുപ്രീം കോടതി കേസിൻ്റെ മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രി മെയിൻസിൻ്റെ സമയത്ത് ഞാൻ അതിൻ്റെ അകത്തൊരു ഓവർവ്യൂ തന്നിരുന്നു. ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ റിവിഷൻ സമയത്ത് എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊവിഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അവിടെയും കോൺസെപ്ച്വലി ഓർത്തിരിക്കാനും പഠിക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. റാദർ ദാൻ മഗ്ഗിങ് അപ്പ് മിയർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഇയേഴ്സ്, ചില വിഷയങ്ങളെ കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് റീകോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങളൊരു റോട്ട് ലേണിങ്ങിന് പോകണ്ട, കാണാതെ പഠിക്കാതെ തന്നെ എന്ത് ചെയ്യാം, സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിമിസ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് തരിക എന്നുള്ളതാണ്. സോ അവിടെ പറ്റും ഹരിത, ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ക്ലാസ് അഡ്രസ്സ് ചെയ്ത് പറയുന്നത് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് എക്സാം എഴുതി മെയിൻസ് എക്സാം എഴുതിയിരിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചല്ല. ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത് ആസ് ഇഫ് യു ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. എല്ലാവരും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ആരംഭിക്കുന്നു, ഒക്ടോബർ 2-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങുന്നു എന്നുള്ള അതേ ഗൗരവത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ആം അഡ്രസ്സിങ് എവരി വൺ ആസ് ബിഗിനേഴ്സ്. ഓക്കെ, അതിൻ്റെ അകത്ത് ആർക്കും ഒരു എന്താ പറയണ്ടേ ഒരു അഭിമാനക്കുറവും വേണ്ട. ഓക്കെ, ബി ഹംബിൾ. ഓക്കെ, നമ്മളെല്ലാം വീണ്ടും തുടങ്ങുന്നു. പക്ഷേ വീണ്ടും തുടങ്ങുമ്പം വി ആർ നോട്ട് നെസസറിലി സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. ഈവൻ ദ സോ കോൾഡ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും പോളിറ്റിയിൽ നിങ്ങൾക്കറിയാവോ, നിങ്ങളെ കൊണ്ട് എനിക്ക് ആൻസർ ചെയ്യിക്കാൻ പറ്റും. ഞാനെങ്കിൽ എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു ഡെമോ സെഷൻസുമായിട്ട് വരാം. അവിടെ നിങ്ങൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, പറ്റുമെങ്കിൽ നാളെ വരാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ആ ഡെമോ സെഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ പറയുന്നത് പോലെ PSC എക്സാം എഴുതിയുള്ള പരിചയം നിങ്ങൾക്കില്ലെന്നല്ലേ ഉള്ളൂ. ഇത്രയും നാൾ ഇവിടെ ജീവിച്ച് പഴകേണ്ട പരിചയം നിങ്ങൾക്കില്ലേ?
നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് ഇത്രയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ അഡ്വാൻസ്, എനിക്ക് വീണ്ടും മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റത്തില്ലേ, അത്രയേ ഉള്ളന്നേ. സോ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു അപ്രഹെൻഷൻ നിങ്ങളുടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ബിഗിനേഴ്സായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഇത്തവണ പ്രിലിംസ് എഴുതി ഒരുപാട് ആൾക്കാരില്ലേ, ക്വാളിഫൈ ചെയ്തിട്ടില്ലേ, അവരുടെ അടുത്ത് എന്തിനാണ് ഞാൻ ഈ പുരാണം പറയേണ്ടത്? സോ ഇത് ബിഗിനേഴ്സിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാനൊരു 8 മാർക്ക് പ്രതീക്ഷിക്കുകയാണ്, കാരണം അത് എളുപ്പമാണ്. സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ ഒരു പ്രസിഡൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 8 മാർക്കോളം 10ൽ 10 സ്കോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെറുതെ പറയുന്നതല്ല, സിവിക്സിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 10ൽ 10 സ്കോർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 8 മാർക്ക് എടുക്കുകയാണ്. 8 മാർക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 49ഉം 8ഉം എത്രയായി? 57 മാർക്കായി. 49ഉം 8ഉം 57 മാർക്കായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ജോഗ്രഫി ബാക്കി കിടപ്പുണ്ട്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബാക്കി കിടപ്പുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ബാക്കി കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ എത്ര മാർക്കിനുണ്ടേ? 20 മാർക്കിനുണ്ട്. ഈ 20 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ മാർക്ക് എത്ര ആവും? 62 ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ പദ്ധതി. അതിൽ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സിന് ഈ നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നിങ്ങൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സിൽ പ്രത്യേകിച്ച് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് കറണ്ട് അഫെയർ സ്വഭാവത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ കോൾഡ് GKയുടെ ഒരു ആപ്ലിക്കേഷൻ കൂടുതലും ഡിഗ്രി പ്രിലിംസിൽ വരുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയാണ്. എന്താണ് ആ വർഷത്തെ ഈ പറയുന്നത് പോലെ അവാർഡീസ് ആയിട്ടുള്ള ആൾക്കാർ, എന്താ പറയണ്ടേ, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആർട്ട് ഫോംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാമ്പ്യൻഷിപ്സ്, വെന്യൂസ്, ഒളിമ്പിക്സിൻ്റെ വെന്യൂ, അതിൻ്റെ ഡീറ്റെയിൽ സിലബസിലുണ്ട്. സോ ഇത് കറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു GK ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിപ്പം കാണാതെ പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ മുറക്കി കണ്ടുപോയിട്ട് ലാസ്റ്റ് എക്സാമിന് മുമ്പുള്ള ഒരു 20 ഡേയ്സിൽ നിങ്ങളുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് വന്നാലും ഈ 10 മാർക്കിൽ ഒരു 5 തൊട്ട് 6 മാർക്ക് വരെ തെറ്റില്ല നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ചില ആൾക്കാർ ഇതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാറുണ്ട്. ഈ കൺവെൻഷനലായിട്ട് 10th 12th ലെവലിലൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് നല്ല നോഹോ ഉള്ളൊരു ഏരിയയാണ് ആർട്ട് കൾച്ചർ സ്പോർട്സ് എന്ന് പറയുന്നത്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ആ പേര് പറയുന്നത് പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് ഡിവൈസസ്, നെറ്റ്വർക്ക് കമ്പോണൻസ്, ഇതൊക്കെയാണ് ചോദ്യമായിട്ട് വരാറുള്ളത്. അവിടുന്ന് 3 മാർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ 60ലോ 62ലോ ഒന്നുമല്ല. ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു പദ്ധതിയായിട്ട് പോവുകയാണെങ്കിൽ 62-നപ്പുറം നമ്മുടെ സ്കോർ ഒരു 70 വരെ കൊണ്ടെത്തിക്കാനും യാതൊരുവിധ ആശങ്കയുമില്ലാതെ വരുന്ന മാസങ്ങളിൽ നമുക്ക് മെയിൻസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏരിയാസ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് ഈ സിലബസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ആയിട്ട് തരാനുള്ളത്. സോ ഇപ്പോൾ 440ഓളം ആൾക്കാർ ഓൺലൈനിലുണ്ട്. ഇവിടെ നമ്മുടെ കോഴ്സ് ഈ ഒക്ടോബർ 2-നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് കോഴ്സ് എക്സ്ക്ലൂസീവായിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് റിഡക്ഷനോട് കൂടി തന്നെ നല്ല സൗജന്യത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവിടെ തന്നെ നിങ്ങൾക്ക് മെയിൻസും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം പ്രിലിംസിൻ്റെ കോഴ്സ് ഫീ വന്നിട്ട് 1299 രൂപയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയും, നെയിം ആൻഡ് ഡിസ്ട്രിക്റ്റ് ഈ നമ്പറിലോട്ട് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ഇട്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പേരും ജില്ലയും എന്ത് ചെയ്യുക? ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. പ്രിലിംസിൻ്റെ അകത്ത് ഒരു ടോപ്പിക്ക് തീരുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. പ്രിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള അധ്യാപകർ, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, നമ്മൾ ഓൾറെഡി എൻ്റെ ഒരു കേസ് ഞാൻ പറയാം. ഞാനൊരു 15 സൈക്കിൾ എന്ന് വെച്ചാൽ ചവിട്ട് സൈക്കിളല്ല, 15 റൗണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസ് എക്സാം പല സ്ഥാപനങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, കാരണം മൾട്ടിപ്പിൾ ബാച്ചസ് വരാറുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ മൾട്ടിപ്പിൾ ബാച്ചസ് വരാറുണ്ട്. ജൂൺ ബാച്ച്, ജൂലൈ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ബാച്ചസ് വരാറുണ്ട്, ഒക്ടോബർ ബാച്ച്. ഇങ്ങനെ 15ഓളം ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു റെക്കോർഡുള്ള ഒരാളാണ് ഞാൻ. സോ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം സിലബസ് കംപ്ലീഷൻ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സുഖസുന്ദരമായിട്ട് നിങ്ങളൊരു 10,000 ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്തിട്ട് എവിടെ പോകത്തുള്ളൂ?
നിങ്ങൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3 പ്രിലിംസ് എഴുതാൻ പോകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അഷ്യൂർ ചെയ്യുന്നു, ഇവിടെ ഈ വെച്ച് അഷ്യൂർ ചെയ്യുകയാണ്, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും അടുത്ത ഡിഗ്രി മെയിൻസ് എക്സാംസ് എഴുതിയിരിക്കും. ഏത് തസ്തികയാണെങ്കിലും ഡിഗ്രി മെയിൻസ് എക്സാം എഴുതിയിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്ന വർഷം കൂടിയാണ്. മാക്സിമം ആൾക്കാരെ അവർ മെയിൻസ് എക്സാമിന് ഇരുത്തും. ഓക്കെ, മാത്രമല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലെയൊക്കെയുള്ള തസ്തിക ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് അവർ മെയിൻസ് എക്സാമിന് ഇടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഈ അവസരം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണം. അതെന്തിനു വേണ്ടിയാണ്? പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളിത് പ്രയോജനപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് വേണ്ടുന്ന കോൺസെപ്ച്വൽ നോ ഹൗ, അതായത് മെയിൻസിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കണ്ടേ. ഇപ്പോൾ മെയിൻസ് ഇപ്പോൾ കേരള എക്കണോമി 30 മാർക്കിനാണ് സെക്രട്ടേറിയറ്റിന് ചോദിച്ചത്. ഇപ്പോൾ SBCID കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഒപ്പം നടത്തിയ എക്സാമാണ്. ഇഫ് യു ഗോ ബൈ ദാറ്റ് ലോജിക് SBCIDയുടെ സിലബസ് ഏത് സിലബസ് തന്നെ വരണം. ഞാൻ പറയുകയാണ്, അതാവണമെന്നില്ല, ഏത് തന്നെ വരണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പേപ്പർ 1, പേപ്പർ 2 വരണം. അവിടെ പേപ്പർ 2-ൽ കേരള എക്കണോമി പഠിക്കാനുണ്ട്, പേപ്പർ 1-ൽ ഇന്ത്യൻ എക്കണോമി പഠിക്കാനുണ്ട്. ഇന്ത്യൻ എക്കണോമി 7 മാർക്കിനും കേരള എക്കണോമി 30 മാർക്കിനുമാണ്. സോ ഇതിൻ്റെ ബേസ് കിടക്കുന്നത് എവിടെ? ബേസ് കിടക്കുന്നത് ഈ സെഷൻസിലാണ്. അതായത് നിങ്ങൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് പഠിക്കുന്ന 6ഓളം ഫണ്ടമെൻ്റൽ മോഡ്യൂൾസ് ഉണ്ട്. ഇതാ നോക്കേ, നിങ്ങൾക്ക് ഇവിടെ 6 മോഡ്യൂൾസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തരാം. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇതിനെ ഞാൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള മൊഡ്യൂളായിട്ട് വിളിക്കുകയാണ്. ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്ന പ്രിലിംസ് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസിലോട്ട് പോകുമ്പോൾ കേരള എക്കണോമി സിലബസിൽ വരികയാണെങ്കിൽ കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് GDP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഫണ്ടമെൻ്റൽ കിടക്കുന്ന ഇവിടാണ്. സോ പ്രിലിംസ് ബാച്ച് നമ്മളുമായിട്ട് കൈ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ പ്രിലിംസ് ജോയിൻ ചെയ്യേണ്ടത് പ്രിലിംസ് ക്വാളിഫൈ അല്ല, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ഫൈനൽ എക്സാം, അതായത് മെയിൻസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പല തയ്യാറെടുപ്പുകളും നടക്കാൻ പോകുന്നത് സംഭവിക്കുന്നത് എവിടെ തന്നെയാണ്? ഈ പ്രിലിംസ് സെഷനിൽ തന്നെയാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽസ് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി വരും. ഫണ്ടമെൻ്റൽസ് ഇല്ല എങ്കിൽ നിങ്ങളിപ്പോൾ MEMൻ്റെ സഹായം കൊണ്ട് മാത്രം നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിലുള്ള നിങ്ങളുടെ പ്രശ്നം എന്താണ്? യു വുഡ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്താ? അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ MEMൻ്റെ ഒരു റെലവൻസ് തുലവും തുച്ഛമായിരിക്കും. മറ്റ് ടോപ്പിക്സും കൂടെ ചേർന്നായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ സ്കോറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പം MEMൽ മാത്രം ആശ്രയിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ പറയുന്നത് പോലെ മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഫീ അടച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ സെക്യൂറിങ് എന്താ പറയണ്ടേ, ടോപ്പ് റാങ്ക് ഓർ ഗുഡ് റാങ്ക് ഇൻ ദ എന്താ പറയണ്ടേ ഇനി നടക്കാൻ പോകുന്ന മെയിൻസ് എക്സാംസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക്. മെയിൻസിന് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉണ്ട്. കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉണ്ട്, അല്ലേ? അങ്ങനെ ആണെന്നിരിക്കെ ഒരേപോലുള്ള ഏരിയ ആണെന്നിരിക്കെ നമ്മൾ പ്രിലിംസിന് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് പഠിക്കുകയും പിന്നെ മെയിൻസിനായിട്ട് ബാക്കി വെക്കുകയും ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മളെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് എടുത്ത് സൈഡ് ലോഡ് ചെയ്യുകയാണെങ്കിലേ, ഇതൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്ന ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നാളിതുവരെ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കുകയാണ്. കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കോളം. അടുത്ത കോളത്തിൽ ഡിഗ്രി മെയിൻസിൽ നിന്നുള്ള കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ലിസ്റ്റ് ചെയ്തു. ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സബ് ടോപ്പിക് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്താണ്? സബ് ടോപ്പിക് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഡിഗ്രി പ്രിലിംസിലെല്ലാം കൂടെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് എല്ലാ മോഡ്യൂളിൽ നിന്നും കൂടെ, ഡിഗ്രി പ്രിലിംസ് കേരള ഹിസ്റ്ററിയുടെ സിലബസിൽ വരുന്ന എല്ലാ മോഡ്യൂളിൽ നിന്നും കൂടെ മൊത്തത്തിൽ നമുക്കൊരു 45 സബ് ടോപ്പിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ് 45? ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഐക്യ കേരള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, UKM. യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ഐക്യ കേരള പ്രസ്ഥാനത്തിലെ AKP എന്നോ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇതിൻ്റെ അകത്ത് സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് സബ് ടോപ്പിക്സ് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സബ് ടോപ്പിക്സ് ചോദിക്കാം? ഏർലി പ്രോമിസസ് ചോദിക്കാം. എന്താണ്? ഐക്യ കേരളം എന്നുള്ള വാഗ്ദാനം, ഐക്യ കേരളം എന്നുള്ള
ഏർലി പ്രോമിസ്, ആ വാഗ്ദാനം ഏതൊക്കെ വെന്യൂസിലാണ്, ഏതൊക്കെ അവന്യൂസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. ഉദാഹരണത്തിന് ഐക്യ കേരളം എന്നൊരു ആശയം അത് ബലപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1920 ഒരു സെഷനിലാണ്. ആ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനമാണെന്ത്, രാജ്യത്ത് ഈ പ്രൊവിൻഷ്യൽ കമ്മിറ്റീസ്, പ്രദേശ് പ്രൊവിൻഷ്യൽ കമ്മിറ്റീസ്, ഉദാഹരണത്തിൻ്റെ KPCC നിങ്ങൾ കേട്ടിട്ടില്ലേ, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. അപ്പോൾ അത്തരത്തിൽ പ്രൊവിൻഷ്യൽ കമ്മിറ്റീസ് രൂപവൽക്കരിക്കുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിട്ട് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുന്നത് 1920 INC സെഷനിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കേരളം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഭരിക്കുന്ന മലബാർ, കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റ്, തിരുവിതാംകൂർ എന്ന് പറയുന്ന മറ്റൊരു പ്രിൻസിലി സ്റ്റേറ്റ്, ഇങ്ങനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആണ് അതിലുള്ളത്. അതിൽ മലബാർ ഡയറക്റ്റ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനാണ്. കൊച്ചിയും ട്രാവൻകൂറും വേണമെങ്കിൽ ബ്രിട്ടൻ്റെ വാസൽ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണ്. അതായത് ഐക്യ കേരളം എന്നൊരു രൂപഘടന അന്നില്ല, 1920 1920 ഈ തീരുമാനം ശരിവെച്ചുകൊണ്ട് 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടപ്പോൾ മൊത്ത കേരളത്തിന് വേണ്ടിയാണ് ഒരു KPCC ഫോം ചെയ്തത്. എന്താണ്, മലബാറും കൊച്ചിയും തിരുവിതാംകൂറും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് രൂപം കൊണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തിലാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് തന്നെ എന്ത് സംഭവിച്ചു, ഭാഷാടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണം എന്നുള്ള ഒരു ആശയം എവിടെ ഉണ്ട്, എയറിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോമിസ് ആദ്യം നൽകിയത് ആരാ, കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ 20 മുന്നേ കേരളത്തിൽ നടന്ന സമ്മേളനങ്ങളുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ ജില്ലാ സമ്മേളനങ്ങളായിരുന്നു. ഡിസ്ട്രിക്ട്, പ്രത്യേകിച്ച് മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആയിരുന്നു. മലബാറുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടൻ നേരിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന മലബാറിൽ നടക്കുന്ന ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയേണ്ടത് രാഷ്ട്രീയ സമ്മേളനങ്ങളായിരുന്നു. മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസുകളായിരുന്നു നടക്കുന്നത്. എന്നാൽ 21 KPCC വന്ന ശേഷം അതിൻ്റെ സ്വഭാവം എന്തായി മാറി, ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് ആയിട്ട് മാറാൻ തുടങ്ങി. അതിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിൽ നിന്നും ഒരു ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിലോട്ടുള്ള ഒരു രൂപമാറ്റം ഉണ്ടായത് പോലും ഈ പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. സോ ഇതൊരു എപ്പിസോഡാണ്, ഇതൊരു സബ് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത് എന്താണ്, ഇന്ന ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്ന ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു, അതിൻ്റെ വെന്യൂ എവിടെയായിരുന്നു. സോ ആ ഗണത്തിൽപ്പെടുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ഒരു സബ് ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനായിട്ടുള്ള ശ്രമം. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതൊരു സബ് ടോപ്പിക്കാണ്, സബ് ടോപ്പിക് നമ്പർ 1. ഇനി രണ്ടാമത്തെ സബ് ടോപ്പിക്കാണെന്ത്, രണ്ടാമത്തെ സബ് ടോപ്പിക്കാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണേ പിള്ളേരെ. രണ്ടാമത്തെ സബ് ടോപ്പിക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ, എഫേർട്സ്. അതാണ് എന്തിൻ്റെ രൂപത്തിൽ, ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട്. കേളപ്പൻ അധ്യക്ഷനായിട്ടുള്ള ഒന്നാം ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട്. സോ ആ സമ്മേളനം, അതിൻ്റെ വെന്യൂ, അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ അജണ്ട, ആ സമ്മേളനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. കൊച്ചിയുടെ റൂളിംഗ് ആയിട്ടുള്ള റെയിനിങ് മഹാരാജാവായിട്ടുള്ള കേരളവർമ്മ മഹാരാജാവ് സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് ആ ഒരു ഹെറിഡിറ്ററി റൈറ്റ്സ് ഫോർഗോ ചെയ്യാൻ തീരുമാനിക്കുന്നു. രാജ്യത്ത് ജനാധിപത്യം വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്ന് എന്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്, ഈ ഐക്യ കേരള സമ്മേളനത്തിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. സോ അതുമൊക്കെ ഇതിൻ്റെ അകത്തൊരു മേജർ ഇവൻ്റ് ആയിട്ട് വരും. അതുമൊക്കെ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസിൽ അല്ലെങ്കിൽ മെയിൻസിൽ ചോദിച്ചത്. അപ്പോൾ അതാണ് അടുത്ത സബ് ടോപ്പിക്ക്. ഇനി പാരലായിട്ട് നടക്കുന്നതാണ് ഒരു JVP കമ്മിറ്റീനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ പട്ടാഭി സീതാരാമയ്യ. ഈ JVP കമ്മിറ്റി എന്താ ചെയ്യുന്നത്, ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള റീഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഫീസിബിൾ ആണോ എന്നുള്ളത് പാർട്ടീഷൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാണ്, പരിശോധിക്കുകയാണ്. അതായത് രാജ്യത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു വിഭജനം നടന്നിരിക്കുകയാണ്. വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെന്ത് പരിശോധിക്കുന്നു, ഈ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനെ പറ്റി പരിശോധിക്കുന്നു. 28 പയ്യന്നൂർ വന്ന് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള റീഓർഗനൈസേഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പ്രഖ്യാപിച്ച ജവഹർലാൽ നെഹ്റു ഈ JVP കമ്മിറ്റിയിൽ അധ്യക്ഷനായിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്താ പറയുന്നത്, ഇറ്റ് ഷാൾ ബി എ വെരി കോഷ്യസ് സ്റ്റെപ്പ്, ഇറ്റ് ഷാൾ ബി എ വെരി കോഷ്യസ് എന്താ പറയേണ്ട അഡ്വാൻസ്മെൻറ്റ്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് കമ്മിറ്റ് ചെയ്യരുത് ഭാഷാടിസ്ഥാനത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹിപ്പോക്രസി അല്ലേ. 1928 അച്ഛനായിട്ടുള്ള മോത്തിലാൽ നെഹ്റുവിൻ്റെ നെഹ്റു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ വന്ന് 4ാമത്തെ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ്
അധ്യക്ഷനായിട്ട് നെഹ്റു പറഞ്ഞത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളണമെന്നാണ്. അതേ നെഹ്റു തന്നെ JVP റിപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നു? അത്തരത്തിലുള്ള നടപടികൾ ഭൂഷണമായിരിക്കില്ല എന്ന് സമർപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രണ്ടാം ഐക്യ കേരള സമ്മേളനം, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു എപ്പിസോഡാണ് കേളപ്പൻ ഈ പറയുന്നത് പോലെ ട്രാവൻകൂർ മഹാരാജാവ് എന്ന് പറയുന്നത് ഈ കൊച്ചി മഹാരാജാവിനെ പോലെ ഉദാരമതിയായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്തൊരു നീക്കുപോക്ക് വേണമെന്ന് പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തെ ഒരു സെറിമോണിയൽ പൊസിഷനിൽ ഇരിക്കണം. അതായത് ഒരു കേരള സംസ്ഥാന രൂപം കൊള്ളുകയാണെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് അതിൻ്റെ ഒരു സെറിമോണിയൽ പൊസിഷനിൽ വരണം. ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ആരിറങ്ങി പോകുന്നത്? കേളപ്പൻ വാക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് അടുത്തൊരു എപ്പിസോഡാണ്, അതൊരു സബ് ടോപ്പിക്കാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? പിന്നെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്നു. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു സബ് ടോപ്പിക്കാണ്. പിന്നാണ് എന്ത് വരുന്നത്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തുകൊണ്ടും നോർത്തേൺ മലബാറിൽ കാസർഗോഡ് താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേരളത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടും നവംബർ 1 1956 എന്ത് രൂപം കൊള്ളുന്നത്? കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിൽ തന്നെ നമുക്ക് എത്ര സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? 6 സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ സൈഡ് ലോഡ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് പ്രിലിംസിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് മൊത്തത്തിൽ 45 സബ് ടോപ്പിക്ക് കിട്ടുന്നിടത്ത് മെയിൻസിൽ ചിലപ്പം 75 സബ് ടോപ്പിക്ക് കാണും. ഞാനൊരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണേ. മെയിൻസിൽ ചിലപ്പം 75 സബ് ടോപ്പിക്ക് കാണും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പ്രിലിംസ് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 75 സബ് ടോപ്പിക്കും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എന്ത് തരും? ഈ 75 സബ് ടോപ്പിക്കും തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ക്ലാസ് കിട്ടുന്നത്. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ റിട്ടേൺ എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ, ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കവറേജ് കൂടുക എന്നാണ് അർത്ഥം. എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം, കവറേജ് കൂടുക എന്നാണ്. എന്തിൻ്റെ കവറേജ്? സബ് ടോപ്പിക്സ് കവറേജ് കൂടുക. കാരണം എന്താണ്? പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? സബ് ടോപ്പിക് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ സബ് ടോപ്പിക്സ് കവർ ചെയ്തായിരിക്കും കോമൺ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അത് ഹിസ്റ്ററി ആണെങ്കിലും ശരി, പോളിറ്റി ആണെങ്കിലും ശരി, ഗവേണൻസ് ആണെങ്കിലും ശരി. എക്കണോമിക്സിൽ ഈ 5 മാർക്ക് കോൺസെപ്റ്റുവലായിട്ടാണ്, അത് സിലബസ് അനുസരിച്ചിട്ട് മെയിൻസിലായിരിക്കും അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് വരുന്നത്. ബാക്കിയുള്ള ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി ടോപ്പിക്സിലെല്ലാം പ്രിലിംസ് മെയിൻസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവത്തില്ല. പ്രിലിംസിനെക്കാളും കൂടുതൽ ടോപ്പിക്സ് നിങ്ങൾക്ക് എവിടെ കവർ ചെയ്തിരിക്കും? മെയിൻസിൽ കവർ ചെയ്തിരിക്കും. ആം ഐ ലൗഡ് ആൻഡ് ക്ലിയർ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയോ? പിടികിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. JVP കമ്മിറ്റി INC നിയോഗിച്ചതാണ്. അതിന് മുമ്പ് ഒരു ധാർ കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയോഗിച്ചത്. അതിൻ്റെ ഒരു ടങ് സ്ലിപ്പ് വന്നതാണ്, സോറി. കറക്റ്റാണ്, താങ്കൾ പറഞ്ഞ കറക്റ്റാണ് പ്രിസ്മാക്. JVP കമ്മിറ്റി INC നിയോഗിച്ചതാണ്. അതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയാണ് JVP കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ ഒരു സീക്വൻസ് ഓഫ് ഇവൻസിൽ എനിക്കൊരു ടങ് സ്ലിപ്പ് വന്നു. യു ആർ റൈറ്റ്. നിങ്ങൾക്ക് എന്താ കോഴ്സിൻ്റെ പ്രത്യേകത പിടികിട്ടിയോ? ഈ നമ്പറിലാണ് പ്രത്യേകത. നമ്മുടെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള പല ഓർഗനൈസേഷനും അല്ലെങ്കിൽ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കാത്ത അതാണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഒരു നല്ല റിസർച്ച് ഇല്ലാതെ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല? സബ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ സബ് ടോപ്പിക്സിൻ്റെ അകത്ത് ഇത്ര സബ് ടോപ്പിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? നിങ്ങൾ പ്രിലിംസിനെടുത്ത ക്ലാസ്സിൽ മെയിൻസ് ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കോ. പ്രിലിംസിലും മെയിൻസിലും ബബിളിംഗ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. സോ പ്രിലിംസിനെയും മെയിൻസിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് മോർ കവറേജ് ആണ്. സോ കൂടുതൽ സബ് ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസ് കോഴ്സ് ഏത് ഗ്രേഡിലോട്ട് ഉയർന്നു? മെയിൻസ് ഗ്രേഡിലോട്ട് ഉയർന്നു. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഫീസ് അടയ്ക്കണമെന്നുള്ളവർക്ക് ഇപ്പോൾ അടയ്ക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇതാണ് കേട്ടോ, ഈ QR അടച്ചാൽ മതി. എന്നിട്ട് ഈ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മതിയേ. ശരി. സോ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഞാൻ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം. ഒക്ടോബർ 2 നമ്മൾ ക്ലാസ് ആരംഭിക്കും. അതിന് മുമ്പ് നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം. നാളെ 1-ാം തീയതി അല്ലേ? നോക്കട്ടെ. ഫീ 1299 രൂപയാണ്. 1299 രൂപയാണ് നമ്മുടെ ഫീ.
ശ്രദ്ധിച്ചേ, ഇനി ഞാൻ നിങ്ങളുടെ ജനറലായിട്ടൊരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കാർക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള വിൽ പവറോ അൺലിമിറ്റഡ് ആയിട്ടുള്ള അറ്റൻഷൻ സ്പാനോ ഒന്നുമില്ല. ഓക്കെ, ലിമിറ്റഡ് ആണ്. എല്ലാവരും ഒരു 2500 കിലോ കാലറിയുടെ ഫുഡാണ് കഴിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഊർജ്ജമാണ് നമുക്കുള്ളത്. അതിൽ തന്നെ അത്യാവശ്യം നല്ല ഫോക്കസ് വേണ്ടുന്ന ആക്ടിവിറ്റീസാണ് അക്കാഡമിക് കാര്യങ്ങളെന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനെ ഒരു 4 ബോക്സസ് ആയിട്ട് തിരിക്കാം. ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, പ്രൊഡക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്, unattractive, attractive. ഓക്കെ, സോ ഫസ്റ്റ് കോളം എന്ത് കിട്ടും, ഫസ്റ്റ് ബോക്സ് എന്ത് കിട്ടും? ഈ അൺഅട്രാക്റ്റീവും പ്രൊഡക്റ്റീവും കമ്പൈൻ ചെയ്യുമ്പം അൺഅട്രാക്റ്റീവ് പറയാം അൺഅട്രാക്റ്റീവ്, പ്രൊഡക്റ്റീവ്, unattractive, non-productive. ഇവിടെ അട്രാക്റ്റീവ്, പ്രൊഡക്റ്റീവ്, അട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന 4 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ 4 ആയിട്ട് തിരിക്കാം. അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ്, അട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ്, അൺഅട്രാക്റ്റീവ് നോൺ പ്രൊഡക്റ്റീവ്, അട്രാക്റ്റീവ് നോൺ പ്രൊഡക്റ്റീവ്. ഇതിൽ ഏതൊക്കെ ബോക്സ് നിങ്ങളുടേത് ടിക്ഡ് ആണെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, എന്താണ് അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്നുള്ള ആക്ടിവിറ്റീസിൽ എന്തിനെ ഉൾപ്പെടുത്താം? പ്രൊഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ റിട്ടേൺ കിട്ടുന്ന, നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഈ ഒരു സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയുടെയൊക്കെ ഭാഗമായിട്ട് നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർപ്പെടേണ്ട ആക്ടിവിറ്റീസാണ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? അതിൻ്റെ സ്വഭാവം എത്ര തരത്തിലുണ്ട്? അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ളതുമുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ളതുമുണ്ട്. അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കേറെ മടിയുള്ളതും, എന്നാൽ നിങ്ങൾക്കറിയാം അത് ചെയ്താൽ പ്രൊഡക്റ്റീവാണ്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറവുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്ലാസ്സും അവൈലബിൾ അല്ല, ഈ പറയുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒന്നും അവൈലബിൾ അല്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു 10 പേജ് അല്ലെങ്കിൽ 15 പേജിൻ്റെ ഒരു PDF നോട്ടാണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് കുറേ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയും സോഷ്യോളജി തിയറീസും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ സോഷ്യോളജി നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന 5 മാർക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അന്തസ്സായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അത് പഠിക്കണം. അത് വളരെ അൺഅട്രാക്റ്റീവാണ്, പക്ഷേ നിങ്ങൾക്കറിയാം അത് പ്രൊഡക്റ്റീവാണെന്നുള്ളത്. നിങ്ങൾക്കറിയാം അത് പ്രൊഡക്റ്റീവാണെന്നുള്ളത്. അപ്പോൾ ലേണിങ് പല ആളുകൾക്കും അൺഅട്രാക്റ്റീവായിട്ടുള്ള എന്നാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമാണെന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കേ. അടുത്തത് അൺഅട്രാക്റ്റീവാണ്, പക്ഷേ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. അൺഅട്രാക്റ്റീവാണ്, പക്ഷേ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. ഇതാണ് പലരും പഠിത്തം എന്നുള്ള വ്യാജേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേശപ്പുറം ഒതുക്കുക, സിലബസ് പ്രിൻ്റ് എടുക്കുക, കമ്പ്യൂട്ടറും സിസ്റ്റവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫോൾഡർ തിരിച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെന്നിടുക, ക്വസ്റ്റ്യൻ പേപ്പർ അടുക്കി വെക്കുക, മേശപ്പുറം ഒതുക്കുക, ഒക്കെ തുണിയൊക്കെ മടക്കി ഒതുക്കി വെക്കുക, OCD കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് അത് പല ആളുകൾക്കും ചെയ്യാൻ മടിയുള്ള കാര്യമാണ്. മേശപ്പുറമൊക്കെ ഭയങ്കര മെസ്ഡപ്പായിട്ട് കിടക്കുന്ന സാധനമാണ്. കാരണം
ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ അൺഅട്രാക്റ്റീവാണ്. ഭയങ്കര പാടായിരിക്കും റൂം ഒതുക്കുക എന്നുള്ളത്, അല്ലേ? ഭയങ്കര പാടായിരിക്കും നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. സോ അത് അൺഅട്രാക്റ്റീവാണ്. അതേസമയം അത് നോൺ പ്രൊഡക്റ്റീവാണ്. പ്രൊഡക്റ്റീവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പഠിക്കണമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് റൂം ഒതുക്കിയിട്ട് 5 മണിക്ക് വന്ന് കസേരയിലിരുന്ന് പഠിക്കുന്ന പുസ്തകത്തിൽ മുഖം അടിച്ച് വീണ് കഴിഞ്ഞാൽ പഠിത്തമാകത്തില്ല. സോ ദാറ്റ് ഈസ് നോൺ പ്രൊഡക്റ്റീവ്. അതാണ് അൺഅട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോകാം. അൺഅട്രാക്റ്റീവ്, പ്രൊഡക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. അൺഅട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്തതാണ് അട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്. അട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്, ഇതാണ് നിങ്ങളുടെ എനിമി. ഇവനെ സൂക്ഷിച്ചോണം. സാധാരണ നോൺ പ്രൊഡക്റ്റീവാണ്, അങ്ങേയറ്റം നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന റിവാർഡിങ് ആയിട്ടുള്ള പരിപാടികളാണ് ഈ പരിപാടി. റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, യൂട്യൂബിൽ കയറി മോട്ടിവേഷൻ വീഡിയോസ് കാണുക, ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ നേരം കൊല്ലാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര അട്രാക്റ്റീവാണ്. വൺ ആഫ്റ്റർ അനദർ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താണ്? അട്രാക്റ്റീവാണ്, നോൺ പ്രൊഡക്റ്റീവാണ്. സോ റീസെൻ്റ്ലി ഒരു ബുക്കിൽ വായിച്ചതാണ് പ്രൊഡക്ടിവിറ്റി ബ്ലാക്ക് ഹോൾ. എന്താണ്? പ്രൊഡക്ടിവിറ്റി ബ്ലാക്ക് ഹോൾ എന്നാണ് സ്മാർട്ട് ഫോണിനെ ആ ഓതർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രൊഡക്ടിവിറ്റി ബ്ലാക്ക് ഹോൾ. നിങ്ങൾ സ്പേസ് പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റി പഠിക്കും. എന്താണ്? പ്രകാശത്തെ മൊത്തവും എൻഗൾഫ് ചെയ്യുന്ന, അല്ലേ, അങ്ങ് വിഴുങ്ങുന്ന എന്നോ നഷ്ടപ്പെട്ടു പോയ ആ നക്ഷത്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലാക്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, ഒരു മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ആസ് സച്ച് വിഴുങ്ങാൻ കേൾപ്പുള്ളതാണെന്ത്? ഒരു 20 തല മൂർച്ചയുള്ള സാധനമാണെന്ത്? ഈ പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ, ഈ വെരി പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. 20 തല മൂർച്ചയുള്ള വാളെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രശ്നം? ആ വാള് വെച്ചിട്ട് നമുക്ക് വെട്ടാനും സാധിക്കും, നമ്മുടെ കൈ മുറിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കൈ മുറിയുന്ന ഏർപ്പാടുകളാണെന്ത്? ഈ പറയുന്ന അട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്നുള്ള ടാസ്കിൽ വരുന്നത്, അട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്നുള്ള ആക്ടിവിറ്റിയിൽ വരുന്നത്. ഓക്കെ, അട്രാക്റ്റീവ് പ്രൊഡക്റ്റീവ്. ഓക്കെ, ഇനി നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ച് വീണത് എന്ത് ചെയ്യാനാടേ? ഒരേ സമയം അട്രാക്റ്റീവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ വേണ്ട വിധം റിസർച്ച് ചെയ്ത് സമാധാനത്തോടെ പഠിച്ച് മനസ്സിലാക്കി, ഓക്കെ, അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് വളരെ ലളിതമായിട്ടും എഫക്റ്റീവായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കരിയറിലോട്ട് കയറാനുള്ളൊരു ശ്രമത്തിലാണ്, ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കരിയറിൻ്റെ ഭാഗമായിട്ട് വന്നാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സോണ, നിങ്ങൾ ആർജിച്ചിട്ടുള്ള നിങ്ങളുടെ ക്വാളിറ്റീസ്, വിർച്യൂസ്, നിങ്ങളുടെ എത്തിക്സ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കൊരു അവസരം വേണം. അപ്പോൾ അത് സർക്കാർ മേഖലയിൽ പൊതുസേവനവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് സർവീസിൽ നിങ്ങൾ അതിന് അവസരം തേടുകയാണ്, അല്ലേ? സോ അവിടെ ആയിരിക്കും നിങ്ങൾ ശോഭിക്കുന്നത്. ആ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ലൊരു ശതമാനം സമയം നിങ്ങൾ അൺഅട്രാക്റ്റീവാണ് പക്ഷേ പ്രൊഡക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 1ാം സ്ഥാനത്ത് തന്നെ നിങ്ങൾ വെട്ടിക്കളയേണ്ട ഒരു സാധനം ഏതാടെ? ഈ അട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്. ഞാൻ വെറുതെ അമ്മാവൻ കളിക്കുന്നതൊന്നുമല്ല. അട്രാക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ് എന്നുള്ള സാധനം വളരെ വലിയ പ്രശ്നമാണ്. ഞാൻ ഇനി അങ്ങോട്ടുള്ള സെഷൻസിലും ഇതിൻ്റെ കൂടുതൽ ഇൻപുട്സ് തരാം. റൈറ്റ് നൗ ഐ എം ഓൺ ഇറ്റ്. ഐ എം റീഡിങ് എ സ്റ്റഫ് ഓൺ, ഒരു കിതാബ് അതിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പർ ഫോക്കസ് എന്നാണ് അതിൻ്റെ പേര്. സോ അതിൻ്റെ അകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരിക്കണം, നമുക്കൊരു ഇൻറ്റൻഷൻ വേണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ, ആ പറയുന്ന ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് നമുക്കൊരു ഇൻറ്റൻഷൻ വേണ്ടത്. ആ ഇൻറ്റൻഷന് തടസ്സമായിട്ടുള്ള സാധനമാണെന്ത്? ഈ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, നിങ്ങൾ സെറ്റിങ്സിൽ പോകുക. ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ആ നോട്ടിഫിക്കേഷൻ മാത്രം, നിങ്ങൾക്ക് ഫോൺ ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അങ്ങ് ഒഴിവാക്കിയിടുക. ഓക്കെ, നിങ്ങളെ 5 മണിക്കൂർ വിളിച്ചാൽ കിട്ടിയില്ലെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ഈ ലോകത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ആദ്യമേ പ്രൂവൺ ആവേണ്ടത് നിങ്ങൾക്കാണ്. അതിനായിട്ടൊരു 5 hours നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം? ഇതിൽ നിന്നൊന്ന് ഡെപ്രൈവ്ഡ് ആവണം. അതിന് വലിയ പരിക്കൊന്നും ഇല്ലാതെ ഡിപ്രൈവ്ഡ് ആവാൻ പറ്റുന്നൊരു ഭാഗമാണെന്ത്? ഈ സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ആവുക എന്നുള്ളത്. ഏതെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, അയ്യോ ഞാൻ സെറ്റിങ്സ് ഒന്നും മാറ്റി, അതുകൊണ്ടാണ് നിൻ്റെ മെസ്സേജും കോളും ഒന്നും കാണാൻ. അവിടെ വഴക്കിനും അടിക്കുന്നൊരു സ്കോപ്പില്ല. അപ്പോൾ ക്രമേണ നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ അവൈലബിലിറ്റി എന്നുള്ളത് റെയർ ആണെന്നും നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് ഇത്തിരി സ്കേഴ്സ് ആണെന്നുള്ള ബോധ്യം, നമ്മുടെ സമയത്തിന് വിലയുണ്ടെന്നുള്ള ബോധ്യം നമ്മളത് ചുറ്റുപാടുമുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അതല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയത്തിനോ നിങ്ങൾക്കോ നിങ്ങളുടെ സമയം വഴി തന്നെയാണ് നിങ്ങൾക്ക് വില വന്നു ചേരുന്നത്. നിങ്ങളുടെ സമയത്തിന് വിലയില്ലെങ്കിൽ നിങ്ങൾക്ക് വിലയില്ലെന്നാണ് അർത്ഥം. നിങ്ങളുടെ സമയത്തിന് വിലയില്ലെങ്കിൽ നിങ്ങൾക്ക് വിലയില്ലെന്നാണ് അർത്ഥം. അപ്പം നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവേണ്ട ആക്ടിവിറ്റീസ് ഇത് രണ്ടുമാണ്. ഒരു കാരണവശാലും ഇത് രണ്ടും അല്ല. എനിക്ക് ഇതിൽ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത് വരച്ചിട്ടത്. അപ്പം നിങ്ങളുടെ ടിക്ക് ആവേണ്ട ബോക്സസ് ഏതൊക്കെയാണ്? അൺഅട്രാക്റ്റീവ് പ്രൊഡക്റ്റീവും അട്രാക്റ്റീവ് പ്രൊഡക്റ്റീവുമാണ് ടിക്ക് ആവേണ്ടത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നാറിപ്പുഴുക്കാതിരിക്കാൻ വേണ്ടി ഈ അൺഅട്രാക്റ്റീവ് നോൺ പ്രൊഡക്റ്റീവ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് കഴിയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു ഒന്നാം സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന ആൾക്കാരെല്ലാം തന്നെ ക്ലാസ്സിന് ശേഷം സെറ്റിങ്സിൽ പോയിട്ട് എല്ലാവിധമായ നോട്ടിഫിക്കേഷൻസും ദയവ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ടേക്കുക. എന്ന് കരുതി നിങ്ങൾ ഡീലിങ്ഡ് ആവുന്നില്ല, നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിച്ഛേദിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ് അവിടെ വന്നോളും, കോൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വന്നോളും. ദ ഒൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഒരു 1-2 ദിവസം അറിയാതിരുന്നു നോക്കുക, ആർക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ശരിയാണ് അല്ലേ അഭിജിത്ത്? സത്യമാണെന്ന് പറയുന്നു അഭിജിത്ത്. കേരള എക്കണോമിയും എക്കണോമിക്സും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനാണ് എടുക്കുന്നത്. എക്കണോമിക്സ് എടുക്കുന്ന ഞാനാണ്. കേരള എക്കണോമിക്സും കേരള ഹിസ്റ്ററിയും ഡിഗ്രി പ്രിലിംസിന് എടുക്കുന്നത് ഞാനാണ്. അതിന് പുറമെ ഇന്ത്യൻ പോളിറ്റിയിലെ സെലക്റ്റഡ് ഏരിയാസും ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സെലക്റ്റഡ് ഏരിയാസും നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. രാഹുലെ, അതിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നിങ്ങളെ. അത് നിങ്ങൾക്ക് ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഹിസ്റ്ററിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മറ്റ് സബ്ജക്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പം ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടും. ഓക്കെ, എൻ്റെ ഒരു ശൈലി അറിയാവുന്നവർക്കറിയാം. നമ്മളൊരു ഡിസ്കഷനിൽ പോയിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങളെ ഒരു ക്വസ്റ്റ്യനിലോട്ട് നിങ്ങളെ എന്ത് ചെയ്യും, ഇൻവൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലോട്ടൊരു ക്വസ്റ്റ്യൻ ഓപ്പൺ ആക്കി തരും. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇത്രയും നേരത്തെ പരിശീലനം, ഇത്രയും നേരം ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് ഞാൻ തന്നില്ലേ? കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം അങ്ങ് പഠിക്കും. ആ ക്ലീശ പരിപാടി ഇവിടെ ഇല്ല. വൊക്കാബ് സ്പീഡിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം പഠിക്കും എന്നുള്ള ക്ലീശ സ്വഭാവം ഇല്ല. പഠിക്കാൻ താല്പര്യമുള്ള സിൻസിയറായിട്ടുള്ള പിള്ളേരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് അവർക്ക് ഏതൊക്കെയാണോ സബ് ടോപ്പിക്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്ത് അവർക്ക് അതിൻ്റെ അകത്ത് വേണ്ടുന്ന ഫാക്ട്സും കോൺസെപ്റ്റ്സും ട്രിവിയൽ ഇൻഫർമേഷൻ കൊടുത്ത ശേഷം അവിടെ ചോദിച്ചിട്ടുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ട്രെയിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. ഇങ്ങനെ ഇവൻച്വലി ഈ സ്കില്ല് നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ഇത് നമുക്ക് ഓൾ ഓഫ് എ സഡൻ നിങ്ങളിലോട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല. ദിസ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു ആക്ച്വലി എന്താ പറയണ്ടേ, ഗോ ത്രൂ ഇറ്റ്. ആൻഡ് എല്ലാവരും പറയുന്നത് എന്താ, ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം ബ്രെയിൻ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 21 ദിവസത്തെ ഒരു പരിചയം നിങ്ങൾക്ക് ആ വിഷയത്തിൽ വേണം. 21 ദിവസം എന്നുള്ളതല്ല, ആ ടൈമാണ്, ആ ഫോക്കസ്ഡ് ഡെഡിക്കേറ്റഡ് അപ്രോച്ചാണ്. അതിൻ്റെ ഒരു ഹാബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദിനചര്യ എന്നുള്ള അർത്ഥത്തിലാണ്. അക്കാഡമിക് ആയിട്ടുള്ള ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു താല്പര്യവും ഹൈപ്പർ ഫോക്കസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ആ ഹൈപ്പർ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക, എന്താണ് ഞാനെന്നൊരു അധ്യാപകൻ നാഷണൽ ഗോ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുമ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തെ കൃത്യമായിട്ട് സിലബസിൽ ഇന്ന ടോപ്പിക്കിൻ്റെ അകത്ത് ഇത്രാമത്തെ സബ് ടോപ്പിക്കിൽ ഇത്രാമത്തെ സബ് ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ആരതി, തീർച്ചയായിട്ടും ആരതി, ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഒരു ലാസ്റ്റ് മിനിറ്റ് ഹേർഡിലും ഇല്ല. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി കമ്പർസം. അതിൻ്റെ അകത്ത് വൊക്കാബ് സ്പീഡ് എടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് മാക്സിമം സബ് ടോപ്പിക്സ് കവർ ചെയ്യാനാണ് അവിടെ ശ്രമിച്ചത്. ഞാൻ ഡിഗ്രി പ്രിലിംസിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഡിഗ്രി പ്രിലിംസിൽ 10-15 റൗണ്ട് ക്ലാസ് എടുത്ത് പരിചയമുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് വൊക്കാബ് സ്പീഡിൽ ഇപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് 15 സൈക്കിളെങ്കിലും മിനിമം ഡിഗ്രി പ്രിലിംസിൽ ഈ കഴിഞ്ഞ 5 വർഷവും ആക്റ്റീവായിട്ട് ക്ലാസ് എടുത്തും എക്സാം എഴുതിയും ഈ പറയുന്ന നാളിതുവരെ നടത്തിയ എല്ലാ പ്രിലിംസും ക്വാളിഫൈ ചെയ്തൊരു വ്യക്തിയും കൂടാണ്. ആ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എല്ലാം ഞാൻ എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നിങ്ങളെ പഠിപ്പിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ആ ടാഞ്ചിബിൾ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എക്സാംസ് എഴുതാറുള്ളത്. സോ
ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാണ്, ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൻ്റെ അകത്ത് ടോപ്പിക് കംപ്ലീഷൻ എന്നുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അത് ഓൾറെഡി ഡൺ ആണ്. നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്. 21 തൊട്ടുള്ള അതേ സിലബസ് ആണ്. നിങ്ങൾ എന്തിനാണ് തസ്തിക ഏത് തന്നെ ആണെങ്കിലും കോമൺ ഡിഗ്രി പ്രിലിംസ്, നിങ്ങൾ ഈ ലൈവിൻ്റെ ടൈറ്റിൽ തന്നെ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തസ്തിക ഏതും ആയിക്കോട്ടെ. എന്താണ് നമ്മുടെ ഇവിടുത്തെ അഡ്വാൻറ്റേജ്? നമ്മുടെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ്. അതിൻ്റെ സിലബസിന് ഇപ്പോൾ 5 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന്, 5 വയസ്സായ സിലബസ് ആണെന്ന്. അവിടെ എന്ത് കാലതാമസം വരുന്നത്? അവിടെ ഒരു കാലതാമസം വരത്തില്ല. ധൈര്യമായിട്ടിരിക്കും ആരതി. തീർച്ചയായിട്ടും അതാ പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒരുപാട് വർക്ക് ലോഡ് എടുക്കേണ്ട ഇതൊന്നുമില്ല. 10th 12th എക്സാംസിലൊക്കെ കൺവെൻഷണലായിട്ട് പരമ്പരാഗതമായിട്ട് കോച്ചിങ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ റാങ്ക് ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാഠ്യക്രമം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ 30-40 പേജ് വീതം പഠിച്ചിട്ട് വന്ന് എക്സാം എഴുതാനല്ല പറയുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് തന്ന ശേഷം, ആ ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്, സബ് ടോപ്പിക് ലെവലിൽ, അതായത് ഈ സിലബസിനെ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രിലിംസിൽ ഇമാജിൻ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സ്, മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി എല്ലാ ജനറൽ സ്റ്റഡീസ് ടോപ്പിക്സും കൂടെ ഒരു 2500 സബ് ടോപ്പിക് ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് പറഞ്ഞു തരും. ഔട്ട് ഓഫ് ദീസ് 2500 സബ് ടോപ്പിക്സ് 1300 സബ് ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ 2500 സബ് ടോപ്പിക്കിൽ നിന്ന് കേരള PSC പോലും ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? പക്ഷെ പഠിപ്പിക്കുമ്പം 2500 അല്ല, നിങ്ങൾക്ക് 5000 സബ് ടോപ്പിക്സ് പഠിപ്പിക്കും. ഞാൻ നമ്പർ ടെൻറ്റേറ്റീവായിട്ട് പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് സബ് ടോപ്പിക്സ്. ഇവിടെ ശാസ്ത്രീയമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തി പറയുന്നത്. ദിസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. 5 വർഷം ഞാൻ പറഞ്ഞില്ലേ, വളരെ ടാൻജിബിൾ ആയിട്ട് ഈ എക്സാമിൻ്റെ ഓരോ ഘട്ടത്തിലും പഠിച്ചും പഠിപ്പിച്ചും എക്സാം എഴുതിയുള്ള പരിചയത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നൈറ്റ് മെയർ ആകേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്കൊരു മാറ്റർ ഓഫ് 5 ഡേയ്സ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സാണ് കേരളത്തിൽ. റാങ്ക് ഫയൽ ഒന്നും തൽക്കാലം വേണ്ട. നിങ്ങൾ ആദ്യമേ ക്ലാസ് കേട്ട് തുടങ്ങും, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങും. നിങ്ങളെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാസാവസാനം വരെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ക്ലാസ്സിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. ട്രെയിനിങ് കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഒറിജിനൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇന്നിപ്പോൾ ഇത്ര സമയം വൈകിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും കൂടെ ഡെലിവർ ചെയ്ത് ഒറിജിനൽ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂറായി. ഇത് ലെറ്റ് ദിസ് ബി റിഗാർഡഡ് ആസ് അവർ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഫോർ ദ നെക്സ്റ്റ് പ്രിലിംസ് എക്സാം. പോളിറ്റി സെലക്ടഡ് ടോപ്പിക് എടുക്കുന്നുണ്ട് ശ്രീനാഥെ? ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിങ്ങളുമായിട്ട് നമ്മുടെ കോർഡിനേറ്റർ അറിയിക്കുന്നതായിരിക്കും. October 2 നമ്മൾ ക്ലാസ് കമൻസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. പ്രത്യേകിച്ചും കേരള PSCയുടെ തന്നെ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അത് മറികടക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കഴിയുന്നതും ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് മനസ്സിലാക്കൂ. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ ഇംഗ്ലീഷും മലയാളം തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ ഏത് നിലനിൽക്കും? ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെ നിലനിൽക്കത്തുള്ളൂ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കറക്റ്റാണ്, മലയാളം തെറ്റാണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവത്തില്ല. കാരണം എന്താണ്? ഇംഗ്ലീഷിനാണ് അവിടെ വാലിഡിറ്റി ഉള്ളത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പെഷ്യലായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട. ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു വിനീത, അരുണിമ. കറണ്ട് അഫയേഴ്സ് പ്രധാനമായിട്ടും ആ ആർട്ട്, കൾച്ചർ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ആ ലാസ്റ്റ് 10 മാർക്സ്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അല്ലാതെ ഹിസ്റ്ററിയിലോ ഈ പറയുന്നത് പോലെ എക്കണോമിക്സിലെ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെ അത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കത്തില്ല. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട്, കറണ്ട് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പറയുന്ന മോഡ്യൂൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്കൊരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാൻ പറ്റുന്ന കറണ്ട് അഫയേഴ്സുമായിട്ടോ ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലാതെ നിങ്ങൾ ഈ LD ക്ലർക്ക് എക്സാമിനോ അല്ലെങ്കിൽ LGS എക്സാമിനോ കണ്ട പോലെയൊക്കെയുള്ള ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു അതിപ്രളയം ഒന്നും നിങ്ങൾ എവിടെ പ്രതീക്ഷിക്കേണ്ട? ഡിഗ്രി പ്രിലിംസിന് പ്രതീക്ഷിക്കേണ്ട. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി കൺഫൈൻഡ് ടു ദോസ് 10 മാർക്സ് അണ്ടർ ദ ഹെഡർ ഏതാണ്? നമ്മുടെ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള അവാർഡ്സ്, റെക്കഗ്നിഷൻസ്, അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വെന്യൂസ്, ഇതൊക്കെയായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. ക്ലാസ്
ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു ലൈവ് സെഷൻ കേട്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഭാഷ പിന്തുടരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ലല്ലോ. സോ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിലും ഒക്കെ അത് വരുന്ന സമയത്ത് അത് പറയാറുണ്ട്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കാര്യം കണ്ടൻറ്റ് കൺവേ ചെയ്യാനായിട്ട് മലയാളത്തിലും അല്ലെങ്കിൽ മിക്സ് ഓഫ് മംഗ്ലീഷിലും ആയിരിക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, താങ്ക് യു സ്മിത, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, ഞാൻ പറയാം. ലൈവ് എല്ലാം അവൈലബിൾ ആയിരിക്കുമല്ലോ, ലൈവ് എല്ലാം റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓൾമോസ്റ്റ് നമ്മളൊരു 1.5 മണിക്കൂറായി. സോ നമുക്ക് ഒക്ടോബർ 2-ാം തീയതി വീണ്ടും കാണാം. സെക്രട്ടേറിയറ്റ് മെയിൻസിനെ കുറിച്ചാണോ? സെക്രട്ടേറിയറ്റ് മെയിൻസിനെ കുറിച്ച് ആദ്യമേ തന്നെ പറയട്ടെ. കേരള എക്കണോമിയുടെ കാര്യം ഞാൻ പറയാം. കേരള എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 30 മാർക്കിനായിട്ട് കഴിഞ്ഞ 2.5 മാസമായിട്ട് നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് തയ്യാറെടുക്കുമായിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് 2.5 months. ഇവിടെ കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും ഉണ്ടായിരുന്നു, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നൊരു മൊഡ്യൂളും ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനും 15 മാർക്ക് വീതമായിരുന്നു വെയിറ്റേജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മെയിൻസിൻ്റെ പേപ്പർ 2-ലെ കേരള എക്കണോമിയുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറച്ച് സങ്കടവും നിരാശയൊക്കെ വന്നു. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം പിടികിട്ടും. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പഠിച്ചായിരുന്നു അല്ലേ. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ്, ഒരേ സ്വഭാവത്തിലുള്ള 2 ചോദ്യങ്ങൾ. ഇതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങളുടെ സ്വഭാവം ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 വട്ടം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അത്രയധികം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്കേഴ്സിറ്റി എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കറിയാം. എന്താണ്? വളരെ ചെറിയ പ്രതിശീർഷ വരുമാനത്തിൽ നിന്നുകൊണ്ട് വളരെ വലിയ സോഷ്യൽ ക്യാപിറ്റൽ കേരളം ബിൽഡ് ചെയ്തു. ഈ ഒരു കോൺസെപ്റ്റ് മിനിമം ഒരു 4 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 4-2 6 മാർക്ക് റെപ്പറ്റീഷനാണ്. 30 മാർക്ക് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പോയി. ഫുഡ് സെക്യൂരിറ്റി പഠിച്ചു, ലാൻഡ് റിഫോംസ് പഠിച്ചു, ഇൻഡസ്ട്രീസ് പഠിച്ചു, എഡ്യൂക്കേഷൻ പഠിച്ചു. ഇതിൽ നിന്നൊക്കെ റെപ്രസെൻറ്റേഷൻ വരേണ്ടതാണ് അല്ലേ. എന്നാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഫുഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല, കേരള ലാൻഡ് റിഫോംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇടുന്നതിൽ ഒരു എന്താ പറയുക, അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്, ഒരു അപ്പൊളിറ്റിക്കൽ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ലാഘവത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സീരിയസ് അല്ലാത്ത ക്വസ്റ്റ്യൻ ഇട്ട പോലെ തോന്നി. അതിൻ്റെ പ്രശ്നം എന്താണ്? ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ് എന്തായി മാറേണ്ടത്? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയി മാറേണ്ടത്. ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ് എന്തായിട്ട് മാറേണ്ടത്? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറേണ്ടത്. അത്തരം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അഭാവം കേരള എക്കണോമി എന്ന് പറയുന്ന 30% വെയിറ്റേജ് ഉള്ള ടോപ്പിക്കിൽ ഇല്ലാതെ പോയി. 6ഓളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര വലിയൊരു സ്കേഴ്സിറ്റിയാണ് കാണിക്കുന്നത്. അത്രയും ഒരു സ്കേഴ്സിറ്റി എങ്ങനെ വന്നു ക്വസ്റ്റ്യൻ ഇടുന്നതിൽ ഇത്രയും? അതായത് ഇവിടെ നിങ്ങൾ തയ്യാറെടുത്തതുപോലെ അധ്യാപകർ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് തന്നതുപോലെ തന്നെ സമയം ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും ഉണ്ടെന്നിരിക്കെ അവർ ഒരു ചെറിയ ഉത്തരവാദിത്ത കുറവ് ക്വസ്റ്റ്യൻ ഇടുന്നതിൽ കാണിച്ചു എന്നുള്ളത് ഒരു പരാതിയാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്കും ആ ഒരു പരിഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് പേപ്പർ 2 കുറച്ച് ലിബറലായി പോയെന്നുള്ളതും പേപ്പർ 2 കുറേ അങ്ങ് സ്കോറിംഗ് ആയി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം കിടക്കുന്ന കേരള എക്കണോമിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 വട്ടം. ഈ കേരള മോഡൽ എന്ന് പറഞ്ഞ ആശയം ഒരു 4 തവണയെങ്കിലും ആവർത്തിച്ചിരിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാമായിരുന്നല്ലോ. കേരള ലാൻഡ് റിഫോംസ് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ പോയി, ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ പോയി, കെയർ എക്കണോമി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ പോയി, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ പോയി. ഇതെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ച ടോപ്പിക്കാണ്. അപ്പം ആ ഒരു എഫേർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രയത്നത്തെ ഹോണർ ചെയ്യാത്ത ഒരു പരീക്ഷയായിട്ട് സെക്കൻഡ് പേപ്പർ മാറിയെന്നുള്ള ഒരു സങ്കടം അവിടെ ഉണ്ട്. ബാക്കി ഇതിൻ്റെ ഒരു പ്രഡിക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗോസിപ്പിങ്ങിലോട്ടോ പോകാൻ വൊക്കാസ്പീഡിയ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉദ്ദേശങ്ങളോ ദുരുദ്ദേശങ്ങളോ ആയിരിക്കാം. നമ്മൾ ഒരിക്കലും ഇതൊരു മണി മോട്ടീവിൽ കൊണ്ടുപോകുന്നൊരു സ്ഥാപനമല്ല.
ലാസ്റ്റ് ടൈം വരെ എനിക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള അനന്തകൃഷ്ണൻ എത്രമാത്രം പർട്ടിക്കുലറായിരുന്നു ഇതിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ നിങ്ങൾ വെള്ളം ചേർക്കരുത്, അതായത് ഒട്ടും അതിൻ്റെ അകത്ത്, അതായത് കൊടുക്കാമെന്ന് കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ അവസാന ദിവസങ്ങളിൽ പോലും അത് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അത്രയും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരൊട്ടും ഇതിനകത്ത് മണി മോട്ടീവല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് അവർക്ക് ഈസി ആയിട്ട് അവർക്കിതൊരു റവന്യൂ മാർഗമായിട്ട് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അവരുടെ കൃത്യമായിട്ടുള്ള പ്രഷറിൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും അവസാന നിമിഷം വരെ ആ പ്രഷറിൽ നിന്ന് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ വർക്ക് ചെയ്തൊരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം. ഓക്കെ, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആർക്കും വലിയ തട്ടുകേടൊന്നും ഉണ്ടാവാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ 2 കടന്നുപോയി എന്നുള്ളത് ഒരു സത്യമാണ്. അവിടെ പരമാവധി ആളുകൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് ആയിരുന്നു ആഗ്രഹിച്ചത്. സിൻസിയർലി ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻസ് 4-5 ക്വസ്റ്റ്യൻസ് വരണമെന്നും ആ 4-5 ക്വസ്റ്റ്യൻസിലൂടെ ആളുകളെ എന്താ പറയണ്ടേ സെലക്ട് ചെയ്യപ്പെടണമെന്നും ആഗ്രഹിച്ചു. ആ 5 ക്വസ്റ്റ്യൻസൊക്കെ ഈ എക്സാമിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയേനെ. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 5 മാർക്കല്ല, അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് വുഡ് അഫക്റ്റ് അതർ ക്വസ്റ്റ്യൻസ് ഓൾസോ. 5 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഒരു 10ഓളം മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. 30 ക്വസ്റ്റ്യൻസും ഈസി ടു മോഡറേറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയാനാ? ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ സേപ്പിയൻസിൽ തൊട്ട് പഠിക്കുന്നൊരു കാര്യമാണ് എന്താണ് ഗോസിപ്പിങ്ങിനെ പറ്റി. എത്ര പേർക്ക് സേപ്പിയൻസിനെ കുറിച്ച് അറിയാമെന്നറിയത്തില്ല. ഗോസിപ്പിംഗ് എന്ന് കേട്ടിട്ടില്ലേ? മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഗോസിപ്പിങ്. ഓക്കെ, ഗോസിപ്പിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാ ഉള്ളത്? ഗോസിപ്പിങ്ങിന് ഭയങ്കര ആളുകൾ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗോസിപ്പിങ്ങിലൂടെയാണ്. ഓക്കെ, ഇന്ന് ഗോസിപ്പിങ്ങിനൊക്കെ ഫ്രീക്ക് പേരാണ്, റിവ്യൂ എന്നൊക്കെ പേരിട്ടാണ് ആളുകൾ ഗോസിപ്പ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർട്സൽ ഓഫ് ദ ഗെയിം. അത് ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ക്വാളിറ്റി മനസ്സിലാക്കി ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ്, കാരണം നിങ്ങളുടെ വർഷങ്ങളാണ് നിങ്ങൾക്ക് പാഴായി പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഗോസിപ്പിങ്ങിന് പോയി വഴിവെച്ച് കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ഏതിലാണ് പങ്കെടുക്കരുത്. ഇതെല്ലാം ഗോസിപ്പിംഗ് അല്ല ഏതിൽ വരുന്നതാണ്. ഭയങ്കര അട്രാക്റ്റീവാണ്. റിവ്യൂ കേട്ടിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടാനും ഒക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അതെല്ലാം അട്രാക്റ്റീവായിട്ടുള്ള നോൺ പ്രൊഡക്റ്റീവ് വർക്കാണ്. അത് ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അത്തരത്തിലുള്ള ഗിമിക്കുകളിലൊന്നും പോയി നിങ്ങൾ തലവെക്കേണ്ട കാര്യമില്ല. അൺഅട്രാക്റ്റീവ് നോൺ പ്രൊഡക്റ്റീവ് വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് 2 മാത്രമാണ്. ഇത് 2ആണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. നമ്മുടെ ഇനിയുള്ള 5 മാസം ഈ 2 ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് വൊക്കാസ്പീഡിയ ആയിട്ട് ഒരുമിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. നമ്മൾ കാണും. ഇതിൽ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയണം, നിങ്ങൾ സിൻസിയർ ആണോ, നിങ്ങൾ സീരിയസ് പ്രിപ്പറേഷന് തയ്യാറാണോ, നിങ്ങൾ എല്ലാവരും മെയിൻസ് എഴുതിയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നീട്ടുന്നില്ല. എനിക്കറിയത്തില്ല എത്ര മികച്ചൊരു സെഷനാണിതെന്നുള്ളത്. ബിക്കോസ് എനിക്കറിയാം എൻ്റെ തൊണ്ട എനിക്ക് പണിയെന്നിരിക്കുമ്പം എൻ്റെ മോഡുലേഷനും എൻ്റെ കൈൻഡ് ഓഫ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഞാൻ കോൺഷ്യസ് ആവാറുണ്ട്. സോ അതുകൊണ്ടൊരു മികച്ച സെഷൻ നിങ്ങൾക്ക് നൽകി എന്നുള്ള ഒരു അഹംഭാവമോ ഒന്നുമില്ല. എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്ന സെഷൻസിൽ പരിഹരിക്കാം. നിങ്ങൾ ഫീസ് അടയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അടച്ചത് ജോയിൻ ചെയ്യുക. പിന്നെന്താ പറയാനുള്ള 2 നമ്മൾ ഇത് ക്ലാസ് കമൻസ് ഇപ്പോൾ അനന്തൻ മെസ്സേജിൽ സൂചിപ്പിച്ച പോലെ തന്നെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ നാളെ ലൈവ് കാണും. ഓക്കെ, സോ ഗൈസ്, താങ്ക് യു വെരി മച്ച്. 1.5 മണിക്കൂർ നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രയോജനം നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരാൻ ഈ സെഷൻ കൊണ്ട് സാധിച്ചു. സിലബസ് എന്താണെന്നുള്ളതും സിലബസിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്നുള്ളതും സബ് ടോപ്പിക് ലെവൽ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളതും സബ് ടോപ്പിക് ലെവലിലാണ് ആ മെയിൻസ് പ്രിപ്പറേഷൻ്റെ ന്യൂവാൻസ് ഇരിക്കുന്നതെന്നുള്ളതും പ്രിലിം സമയത്ത് തന്നെ എങ്ങനെ മെയിൻസ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതും നമ്മുടെ ആക്ടിവിറ്റീസിനെ എങ്ങനെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്നുള്ളതും ഫ്രീക്ക് ഗോസിപ്പിംഗ് ആയിട്ടുള്ള റിവ്യൂയിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഇനി മിക്കവാറും നമ്മൾ അക്കാഡമിക് സെഷൻസിലായിരിക്കും കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ ബൈ.